നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ സാധാരണ ഏത് പാർട്ടാണ് ആദ്യം വായിക്കുക? ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും ഈ പാർട്ട് ആദ്യം വായിക്കാൻ. അതായത് ഞാനതിനെ വെൽക്കം സെൻറ്റൻസ് എന്ന് ഒരു ഓമന പേരിട്ട് വിളിക്കും. ഈ ഭാഗം ആദ്യം വായിക്കാം. അസ്യൂം ദാറ്റ് ടുഡേസ് ഡേറ്റ് ഈസ് 30th July 2020. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ 27th 26th ആണ്. പക്ഷെ ആ ഒരു പേഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് 23rd അഡ്മിറ്റ് ആയ ഒരു പേഷ്യൻറ്റിന് 27th ഡിസ്ചാർജ് ആകാൻ പറ്റില്ല. ഞാനത് കുറച്ചുകൂടെ നീട്ടി അങ്ങ് വെച്ചതേ ഉള്ളൂ കേട്ടോ. So assume that today's date is 30th July 2020. You are the head nurse in Royal Hospital, Dubai, where Miss Sarah Lee had her 4th normal delivery. A boy എന്നൊക്കെ ബ്രാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നാൽ ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം വായിക്കേണ്ടത് കേട്ടോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കേണ്ടത് ഏറ്റവും താഴെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വെൽക്കം നോട്ട് വായിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഈ ഭാഗം വായിക്കാം. റൈറ്റ് എ ലെറ്റർ ടു ഡയറക്ടർ ഹ്യൂമാന സോഷ്യൽ സർവീസ് സൊസൈറ്റി അൽക്യൂസൈസ് ദുബായ്. അവിടെ അൽക്യൂസൈസ് ദുബായ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. ഇത് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ തരേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ നമുക്ക് നാളെ റൈറ്റിംഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് അയച്ചതാണ്. എഡിറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഉണ്ടായിരുന്നത് അവർ എടുക്കാൻ വിട്ടുപോയത്. ഓക്കെ, അവിടെ write a letter to the director, Humana Social Service Society, Al-Qusais, Dubai, for an urgent visit to Lee's husband for support. For an urgent visit to Lee's husband for support. അപ്പോൾ നമ്മളൊരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർക്കാണ് എഴുതുന്നത്. അവർ ഒരു അർജന്റ് വിസിറ്റ് ആ ഫാമിലിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ചാർജ് പ്ലാൻ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്തായിരുന്നു? വെൽക്കം നോട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് കോൺടാക്ട് ഏകദേശം ഒരു പിടുത്തം, ഞാൻ ആരാണ്, റീഡർ ആരാണ്, ഞാൻ ആരാണ്, പേഷ്യൻ്റ് ആരാണെന്നൊരു ഐഡിയ കിട്ടും. പിന്നെ റൈറ്റിംഗ് ടാസ്ക് വന്ന് വായിക്കുമ്പം എൻ്റെ ജോലിയെക്കുറിച്ചൊരു വേഗമായിട്ടുള്ള ഐഡിയ കിട്ടും. സോഷ്യൽ വർക്കർക്കാണ് എഴുതേണ്ടത്, അർജൻറ്റ് വിസിറ്റ് ആണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസിലാണെന്ന് മനസ്സിലായി. അതാണ് സ്റ്റെപ്പ് നമ്പർ 2. പിന്നെ ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 വായിക്കുക. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ടാസ്കിനെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഭാഗം വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇത്രയും ഭാഗമാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വ്യത്യസ്തമായിട്ടിരിക്കും. ഇവിടെ നിങ്ങൾ ഇതിനെ ഈ ഡിസ്ചാർജ് പ്ലാൻ മാത്രമായിട്ട് കണ്ടാൽ മതി. എന്താണ് ഡിസ്ചാർജ് പ്ലാൻ? കംപ്ലീറ്റ് റെസ്റ്റ് അഡ്വൈസ്ഡ്, വജൈനൽ ഡിസ്ചാർജ് വാച്ച്, എൻകറേജ് ഫ്ലൂയിഡ് ഇൻടേക്ക്, ambulation help required, no strain or lifting weight, monitor depression and start to divert mind to music or reading, assist to contact Humana Social Service Society for financial support, hospital bill paid with great difficulty, husband unable to afford further medications and treatment including physiotherapy and ഹോം കെയർ നഴ്സ്. ഇത്രയും വായിച്ചു അല്ലേ? ഈ ഭാഗം വായിച്ചപ്പോൾ എന്താ റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, റൈറ്റിംഗ് ടാസ്ക് വായിച്ചപ്പോൾ എന്താ കണ്ടത്? ഹ്യൂമാന സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്യുക, ഡയറക്ടർ ഫോർ എൻ അർജന്റ് വിസിറ്റ് ടു ലീസ് ഹസ്ബൻഡ് ഫോർ സപ്പോർട്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്ത് സപ്പോർട്ടാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അസിസ്റ്റ് ടു കോൺടാക്ട് ഹ്യൂമാന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സ്ഥലത്തും ഹ്യൂമാന എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ലെറ്ററിൽ ഭൂരിഭാഗം ലെറ്ററിലും ഹ്യൂമൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. സായിപ്പിന് തെറ്റ് പറ്റിയതാണെങ്കിൽ ശരിയാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന സാധനം തിരുത്താൻ പോകണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ കിടക്കുന്നത് അതിലുള്ളതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻഫർമേഷന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടിട്ട് എഡിറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്. അവിടെ കൗൺസിലിംഗ് പറഞ്ഞിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കറുടെ ജോലി എന്താണെന്ന്
ഏകദേശം നമുക്കൊരു പിടുത്തം കിട്ടി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വായിക്കുമ്പോൾ സാമ്പത്തികം, പൈസ, പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക മെയിനായിട്ടും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക് ബോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ എടുക്കുക. ഞാനൊരു ലെറ്റർ എഴുതുമ്പോൾ ഞാൻ 3-4 പാരഗ്രാഫ് എഴുതുന്നുണ്ടെങ്കിൽ പൊതുവെ സ്റ്റുഡൻസിന് ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും എഴുതാൻ കുഴപ്പമില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അനുബന്ധ രേഖകളെല്ലാം വെച്ച് നിങ്ങൾ എഴുതും. പക്ഷെ 3-ാമത്തെ പാരഗ്രാഫും 4-ാമത്തെ പാരഗ്രാഫും 2, 3, 4 പാരഗ്രാഫുകൾ എത്രയാണോ ഉള്ളത് ആ റിക്വസ്റ്റ് പാരഗ്രാഫും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും വിട്ട് ബാക്കിയുള്ള പാരഗ്രാഫുകൾ എഴുതുമ്പോൾ ഇവിടെ എന്ത് എഴുതും എന്നൊരു പിടുത്തമില്ല. ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ ഒരൊറ്റ പിടിപ്പിലാണ്. ആ ഒരു സ്റ്റേജാണ് നിങ്ങളുടെ സമയവും ഏറ്റവും കൂടുതൽ കളയുക ക്ലാസ്സിൽ നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും. ഈ റൈറ്റിംഗ് എഴുതുന്നതൊക്കെ ഒരു നാക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരാൾ ബാത്ത് ടബിൽ നിന്ന് ഇറങ്ങി ഓടിയില്ലേ, യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നാക്ക് കിട്ടും. ഇതാണല്ലേ പരിപാടി, ഇങ്ങനെ എഴുതിയാൽ സിമ്പിൾ ആകും അല്ലേ. അങ്ങനെ ഒരു നാക്ക് നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ നമ്മൾ എന്തോരം തിയറി ക്ലാസ് എടുത്താലും, ഞാൻ ഏകദേശം 40,000-ൽ കൂടുതൽ OET റൈറ്റിംഗ് നോക്കിയിട്ടുള്ള ആളാണ് ഞാൻ. OET മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ച് ഇത്രയും റൈറ്റിങ്സ് ഞാൻ കണ്ട ആളാണ്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ റൈറ്റിംഗ് കാണുമ്പോഴേ എനിക്കറിയാം ഈ കുട്ടീനെ എത്ര മാസം കൂടി പഠിച്ചാലാണല്ലേ, എത്ര റൈറ്റിംഗ് കൂടി എഴുതിയാലാണ് ഇവരൊന്ന് ഇമ്പ്രൂവ് ആയി വരികയാണ്. റൈറ്റിംഗ് കറക്ഷനൊക്കെ വലിയ റോളുണ്ട് കേട്ടോ. ഞാനെപ്പോഴും സ്റ്റുഡൻസിന് ഗ്രൂപ്പായിട്ടാണ് റൈറ്റിംഗ് കറക്ഷൻ എടുക്കുക. ഒരാളെ ഇൻഡിവിജ്വലി പിടിച്ചിരുത്തി റൈറ്റിംഗ് കറക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസിനെ എടുത്തിട്ട് റൈറ്റിംഗ് കറക്ഷൻ കൊടുക്കുമ്പോൾ. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായല്ലേ, എത്ര വട്ടം നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി? ഇപ്പോഴും നിങ്ങളുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് സെയിം 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കി അതേ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി, ഏതെങ്കിലും ഒരു സീനിയർ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? അവിടെ പോയെന്ന് ആ ചേച്ചി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്ന് ചേച്ചി സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഇതെന്താ ചേച്ചി, സാമ്പാറിനകത്ത് കായ ഇടും അല്ലേ, കൊള്ളാലോ പരിപാടി. പിറ്റേ ദിവസം നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വെടിച്ചില്ലൻ സാമ്പാർ ഉണ്ടാക്കും. കെട്ടിയവൻ ചോദിക്കും, ഇതെവിടുന്ന ഈ കറി? ഞാൻ ഉണ്ടാക്കിയതാ, എനിക്കെന്നാ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതൊരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും ഏതൊരു കുക്കിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യേ എന്നാ മീൻ കറിയാ അവരുടെ വീട്ടിലെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ എന്തോരം നല്ല മീൻ കറിയാ തോന്നുകയല്ലേ? യെസ്, ഇതാണ് നമ്മൾ മറ്റൊരാളുടെ ഒരു ലെറ്റർ കാണുമ്പോൾ തോന്നാവുന്നത്. ചിലപ്പോൾ എൻ്റെ ലെറ്റർ മറ്റൊരാൾക്കാരും നല്ലതാണെന്ന് തോന്നാം, അതൊരു പക്ഷെ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും. ചിലപ്പം അയ്യോ ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു, നല്ല ലെറ്ററായിരുന്നു, ഇങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാൻ റൈറ്റിംഗ് കറക്ഷൻ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ പല പിള്ളേർക്കും പേടിയാ, അയ്യോ എൻ്റെ ലെറ്റർ മറ്റുള്ളവർ കാണുകയല്ലേ. വേറെ സാർമാർ പ്രൈവറ്റ് ആയിട്ട് ലെറ്റർ കറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ലെറ്റർ കറക്ഷൻ കൊടുക്കുമ്പോൾ ഒരുമിച്ചാണ് കൊടുക്കുക. എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഒത്തിരി റീഡിങ് ലിസണിങ് ക്ലാസ്സുകൾ എടുക്കുന്നതിന് ഇടയ്ക്ക് വേണം എടുക്കാൻ. പിന്നെ ഒരു ലെറ്റർ കറക്ഷൻ ഞാൻ മിനിമം ഒരു 25-30 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുത്തുവന്നിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവർക്കും കൂടി അതെടുക്കുകയാണെങ്കിൽ അത്രയും പേർക്ക് എൻ്റെ ആ സമയം ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർക്കുന്നത് ഒന്ന്. പിന്നെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നാണ് ബാക്കിയുള്ളവർ പഠിക്കുക. നിങ്ങൾ എഴുതിയ ലെറ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നിങ്ങൾ 25 ലെറ്റർ എഴുതിയിട്ട് 25 കറക്ഷൻസ് ടീച്ചറുടെ അടുത്ത് മേടിച്ചാലും നിങ്ങളുടെ ലെറ്റർ തന്നെ ആയിട്ടിരിക്കും, അതിൽ മാറ്റങ്ങൾ വരികയില്ല. അതേസമയം നിങ്ങളുടെ ലെറ്റർ കറക്ഷൻ്റെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരുടെ ലെറ്റർ കറക്ഷൻ സമയത്ത് കൂടെ നിങ്ങൾ അടുത്തിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി വ്യത്യാസം വരും. ഇത് ഞാൻ പണ്ട് തന്നെ അങ്ങ് തുടങ്ങിയതൊന്നുമല്ല. ഞാൻ ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻസിനെ വിളിച്ചിരുത്തി അവരുടെ റൈറ്റിംഗ് നോക്കുന്നു. അന്ന് ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ അന്നൊക്കെ ഞാനൊരു 10-15 സ്റ്റുഡൻസ് മാത്രമുള്ള സമയം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ക്ലാസ് മുറിയിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഓരോരുത്തർ ആളുകൾ വെച്ച് റൈറ്റിംഗ് കൊടുക്കുന്നു. അപ്പം ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ റീഡിംഗ് എടുത്ത് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പെൺകൊച്ച്, റീഡിംഗ് അവളുടെ മുമ്പിലായിരിക്കുള്ളൂ, അവളുടെ കണ്ണും ചെവിയും മൊത്തം ഈ പെൺകൊച്ചിന് ഞാൻ റൈറ്റിംഗ് കൊടുക്കുന്നിടത്താണ്. അവളിങ്ങനെ കേൾക്കുകയാണ്, അവൾ ആ ലെറ്റർ എഴുതിയിട്ടില്ല.
അപ്പൊ ചേച്ചിക്ക് കൊടുക്കുന്ന കറക്ഷൻ അവൾ കേൾക്കുക. സാർ എന്തൊക്കെയാ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ എഴുതുന്നിടത്ത് എന്ത് കുഴപ്പമുണ്ടെന്നാ പറഞ്ഞത്, അയ്യോ അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പറഞ്ഞു. അപ്പൊ അവളതെല്ലാം ഇരുന്ന് കേൾക്കുക. ഞാൻ ആ ലെറ്റർ കറക്ഷൻ കൊടുത്തു പോയി. പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2-3 പേര് ഇത് തന്നെ കേൾക്കുന്നു. അപ്പൊ ഞാൻ റൈറ്റിംഗ് കറക്ഷൻ കൊടുക്കുമ്പോൾ അവർക്കും കൂടി കേൾക്കണം. ഞാൻ പറഞ്ഞു, എന്നാ എല്ലാവരും വാ, ഇവിടെ അടുത്ത് വന്നിരുന്നു. എല്ലാവരും വിളിച്ച് വട്ടമേശ സമ്മേളനമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഇവർക്ക് റൈറ്റിംഗ് കറക്ഷൻ കൊടുക്കുന്നു, അവരെല്ലാവരും അവിടെ ഇരുന്ന് ചുമ്മാ കേൾക്കുന്നു. പിന്നെ എനിക്ക് തോന്നി, ഒരാളുടെ ലെറ്ററിലെ സെനൻസുകൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഞാൻ മാത്രമേ അത് വായിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് കാണുന്നില്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു പ്രൊജക്ടർ ഉണ്ടായിരുന്ന പ്രൊജക്ടർ, ആ പ്രൊജക്ടറെ തന്നെ കാണിച്ച്, ഓൾറെഡി ഉള്ളതാണ്, പക്ഷെ പ്രൊജക്ടറെ കാണിക്കുമ്പോൾ എല്ലാവർക്കും കാണാം. അപ്പൊ നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും കുത്തും കോമയും ഫുൾ സ്റ്റോപ്പും ക്യാപിറ്റൽ ലെറ്ററും അപ്പോസ്ട്രോഫി പറയുന്ന എല്ലാവർക്കും കാണാം. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണ്ട. അല്ലെങ്കിൽ ഒരു സെന്റൻസ് 4 വട്ടം വായിച്ചാലേ ഇവർക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ കോമൺ ആയിട്ട് ലെറ്റർ കറക്ഷൻ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് മച്ച് മോർ ഇഫക്റ്റീവ് ദാൻ ഗിവിങ് ഇൻഡിവിജ്വൽ റൈറ്റിംഗ് കറക്ഷൻ. ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സിലെ റൈറ്റിംഗ് കറക്ഷൻ എല്ലാവരുടെയും കൂടെ മുമ്പിൽ നമ്മുടെ ലെറ്റർ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത് എഴുതുമ്പം കറക്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതാണ്. അതിൻ്റെ ഇഫക്റ്റ് എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ അവിടെ എല്ലാം പുതിയ പിള്ളേരാണ്. ഈ ഐ ആം റൈറ്റിംഗ് ടു റെഫർ, ഇറ്റ് വുഡ് ബി ഹൈലി അപ്രിഷിയേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ മെഡിക്കൽ ഹിസ്റ്ററി, എക്സ്റേ റിവീൽഡ്, ഇങ്ങനെയുള്ള ഒരു സാധനവും അവരുടെ ലെറ്ററിൽ ഉണ്ടാവില്ല. ഈ ജനറേ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കാണിക്കേണ്ട പല പല പ്രോപ്പർട്ടീസും ഈ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ഉണ്ടാവില്ല. കാരണം അവർ അവരുടേതായ രീതിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ എഴുതിക്കൊണ്ടുവരും. പക്ഷെ ഒരു സ്റ്റുഡൻറ്റ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത് അവര് സീനിയേഴ്സ് എഴുതുന്ന, എക്സാം ബാച്ചുകാർ എഴുതുന്ന ലെറ്ററുകൾ കണ്ട് വരികയും ഇവരതിൻ്റെ പിന്നാലെ വരുമ്പോണ്ടല്ലോ, നമ്മൾ ആരും പറയാതെ തന്നെ ഇവരതിലേക്ക് അങ്ങ് അബ്സോർബ്ഡ് ആവും, അവരതിലേക്ക് യൂസ്ഡ് ആവും, തന്നെ വരും, പല ടേംസും തന്നെ വരും. നിങ്ങൾ ഈ പേഷ്യൻസിൻ്റെ നോട്ട്സ് എഴുതുന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ശൈലിയൊന്നുമല്ല. നിങ്ങൾ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹോസ്പിറ്റലിലൊക്കെ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒക്കെ അവിടെ സീനിയേഴ്സ് ചെയ്യുന്നതൊക്കെ കണ്ടും അവരുടെ നോട്ട്സ് വായിച്ചുമൊക്കെയാണ് പലതും നിങ്ങൾ പഠിച്ചെടുത്തത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എഴുതുന്ന ലെറ്റർ കറക്ഷൻ കൊടുക്കുന്നത്, ഓഫ് കോഴ്സ് ഇൻഡിവിജ്വലി കൊടുക്കേണ്ട റൈറ്റിംഗ് കറക്ഷൻ വേണം, വേണ്ടാന്നല്ല. ചിലപ്പോൾ അതിലായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അപ്പോഴും അവരുടെ ലെറ്റർ കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രം നാട്ടുകാർ അവരുടെ ലെറ്റർ കാണണ്ടെന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ ലെറ്റർ അവർ കുത്തിയിരുന്ന് കാണും. അവരുടെ ലെറ്റർ കറക്ഷൻ കൊടുക്കുമ്പോൾ ഇവരിരുന്ന് കാണും. അത് പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാന്നുള്ള ശീലമാണ്. ആ ചേച്ചിയുടെ ലെറ്ററിൽ സാറ് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ പറയുമ്പോൾ അതെല്ലാം ഇരുന്ന് കേൾക്കും, ആസ്വദിക്കും, അതിൽ നിന്ന് പഠിക്കും. നിങ്ങളും കൂടി അങ്ങ് കൊടുക്കുക, സാമ്പിളുകൾ വരട്ടെ. കൂട്ടുകാർ ഇരുന്നിട്ട് ലെറ്റർ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒത്തിരി ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ റൈറ്റിങ്ങിന് C+ മതി എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഒരു വലിയ ചലഞ്ചല്ല. എന്നെങ്കിലും റൈറ്റിങ്ങിന് എന്നിട്ട് B വേണം എന്നൊരു പോളിസി വന്നാൽ അതൊരു ചലഞ്ചിങ് പാർട്ടാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ വർക്കർക്ക് എഴുതുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് വായിക്കാം. സാറാലി, ഡേറ്റ് ഓഫ് ബർത്ത് 90 ലെറ്റർ എഴുതുന്നത് 2020. അപ്പോൾ 30 വയസ്സ് പ്രായം കാണും. വെയിറ്റ് ഓൺ അഡ്മിഷൻ 62 എന്നുണ്ട്. ഇതിലൊരു ബാധിൽപ്പെട്ട ഇൻഫർമേഷൻ ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ സോഷ്യൽ വർക്കർക്കാണ് എഴുതുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ടിനാണ് അല്ലേ. ഓക്കെ, അപ്പം വെയിറ്റ് ഓൺ അഡ്മിഷൻ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. വെയിറ്റ് ഓൺ ഡിസ്ചാർജ്, ഓക്കെ, വെയിറ്റ് എത്രയായിരുന്നു, വെയിറ്റ് കുറഞ്ഞു, അത് സോഷ്യൽ വർക്കറെ ബാധിക്കുന്ന കാര്യമല്ല. എഴുതാൻ വേണ്ടത് വളരെ സെലക്റ്റീവ് ആവണം. റീഡറുടെ ജോലി എന്താണ് എന്ന് നോക്കണം. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ ഇങ്ങനെ എഴുതിയിട്, റീഡേഴ്സ് ജോബ്, ഇങ്ങനെ എഴുതിയിട്. അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും ആ റീഡേഴ്സ് ജോബിലേക്ക് ഫോക്കസ് ചെയ്യണം. റീഡർ സോഷ്യൽ വർക്കറാണ്, അപ്പോൾ സോഷ്യൽ വർക്കാണ് അയാളുടെ ജോബ് എന്നല്ല. ഈ ലെറ്ററിൽ റീഡേഴ്സ് ജോബ് എന്താണെന്ന് എൻ്റെ ഹൃദയത്തിൽ ആദ്യം പതിക്കണം. ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് റീഡറുടെ ജോലി എന്ന് എൻ്റെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പൈസ, എക്സ്പെൻസ്, സാമ്പത്തികം, ബില്ല്, ഹോസ്പിറ്റൽ ബില്ല്, സാമ്പത്തിക ബുദ്ധിമുട്ട്, സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്കതൊക്കെ പിക്ക് ചെയ്യാം. ഇനി അതിൽ നിന്ന് 180 വേർഡ്സ് തികയില്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ എന്തെങ്കിലും അഡീഷണൽ പ്രോപ്പർട്ടീസ് ഈ സോഷ്യൽ വർക്കറെ ബാധിക്കുന്നതിൽ എടുക്കണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. സാധാരണ എക്സാമിനർ ഒരു OET കാൻഡിഡേറ്റിന് വേണ്ട ഇൻഫർമേഷൻ എല്ലാം 180 വേർഡ്സിൽ കൂടുതൽ എഴുതാൻ പാകത്തിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. മെഡിക്കൽ ഹിസ്റ്ററി, 3 deliveries normal, no BP, no other complications, husband diabetic, 3 other children, all girls, normal deliveries, husband sales executive in construction company, low salary. ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഹസ്ബൻഡിന് ലോ സാലറി ആണ്. ഹസ്ബൻഡിനെ കാണാനാണ് നമ്മൾ ലെറ്റർ റിക്വസ്റ്റ് ചെയ്യുന്നത്. മിസസ് ലീസ് പേരൻസ് ഏജ്ഡ്, ബ്രദർ വർക്കിംഗ് ആസ് മാനേജർ, parents, brother, all are living in Dubai, brother not supporting financially. ഓക്കെ, ഇവിടെയും ഫിനാൻഷ്യലി ബ്രദർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ലെറ്റർ എഴുതുമ്പം ബ്രദർ എന്ന് പറയണമെന്നുള്ളത് അപ് ടു യു. ഞാനാണെങ്കിൽ ഫാമിലി, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ഫാമിലി എന്ന് എഴുതൂ. ഓക്കെ, medical progress. Only 1 hour in the labor room. Normal delivery. നല്ല കാര്യം. Child in good health. Bleeding started after 4 hours. Developed to severe bleeding in 1 hour. അപ്പോൾ 5 മണിക്കൂറായി. The treated gynecologist summoned immediately. ഓക്കെ, ഗൈനക്കോളജിസ്റ്റ് വീട്ടിൽ പോയി ചോറുണ്ണാൻ തുടങ്ങിയായിരുന്നായിരിക്കും. തിരിച്ച് വിളിച്ചു വരുത്തിയത് പെട്ടെന്ന്. ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ് സസ്പെക്റ്റഡ്, യൂട്രസ് റിമൂവ്ഡ് ഇമ്മീഡിയറ്റ്ലി. സോഷ്യൽ വർക്കർക്ക് ഇതൊക്കെ പറയണോ? ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി, ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയായിരുന്നു, ചോറുണ്ടോണ്ടിരിക്കുമായിരുന്നു, കൈ കഴുകിയിട്ടു ഗൈനക്കോളജിസ്റ്റ് ഓടി വന്നു എന്നൊന്നും നമ്മൾ സോഷ്യൽ വർക്കറോട് പറയേണ്ട കാര്യമില്ല. ഓക്കെ, യൂട്രസ് റിമൂവ്ഡ്, still condition the same. Vaginal pack kept 16 hours. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. 10 units of blood transfused, intubated. BP low, 80/40. Dopamine started, shifted to ICU. അതിൽ ഷിഫ്റ്റഡ് ടു ICU വേണമെങ്കിൽ നമുക്ക് പറയാം. BPയും ഡോപ്പമൈനും ഒന്നും നമ്മൾ പറയണ്ട. ഒരു സോഷ്യൽ വർക്കർക്ക് ഡോപ്പമൈൻ എന്താണെന്ന് മനസ്സിലാവണമെന്ന് പോലുമില്ല. അപ്പോൾ അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഞാനാണ് സോഷ്യൽ വർക്കറെങ്കിൽ എന്നോടൊരാൾ ഡോപ്പമൈൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ അതെന്ത് തേങ്ങയാ എന്നെൻ്റെ മനസ്സിൽ തോന്നുമെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പക്ഷെ ഷിഫ്റ്റഡ് ടു ICU ഒരു പക്ഷേ നമുക്ക് പറയാം. എത്ര ദിവസം ICUലായിരുന്നോ അതനുസരിച്ച് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ ബില്ലും ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾക്കത് പറയണം എന്ന് തോന്നുകയാണെങ്കിൽ അത് പറയാം. അതില്ലാതെ തന്നെ 180 വേർഡ്സിനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ, അത് മീനിങ് ഫുൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയണ്ട. അത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിച്ചിട്ട്. നെക്സ്റ്റ് 24/7 സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം OBGHOD. എന്താ? ഗൈനക്കോളജിസ്റ്റ് വന്നു, യൂട്രസ് റിമൂവ്ഡ്, എന്നിട്ടും ബ്ലീഡിങ് കണ്ടിന്യൂസ് അല്ലേ? 2ാം ദിവസം എന്തായി? OBGHODയുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തത്? ബ്ലീഡിങ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, HB ലെവല് ജസ്റ്റ് 7 ആണ്. അതുകൊണ്ടാണ് HODയുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒപ്പീനിയനോട് കൂടി ആയിരിക്കുമല്ലോ ലാപ്രോട്ടമി ചെയ്തത്. അത് ചെയ്തിട്ടും ബ്ലീഡിങ് കണ്ടിന്യൂസ്. യൂറോളജിസ്റ്റ് ആൻഡ് ജനറൽ സർജൻ സമ്മൺഡ്. ഇവരെയും കൂടി വിളിച്ചു വരുത്തി, യൂറോളജിസ്റ്റിനെയും ജനറൽ സർജനെയും. ബ്ലീഡർ ഫോണ്ട് ബിഹൈൻഡ് ബ്ലാഡർ, ലൈജേറ്റഡ് ദ ബ്ലീഡർ, HB 4.2, BP 90/50. അപ്പോൾ HB ലെവൽ വീണ്ടും താഴെ പോയി. 12 units of blood brought from blood bank, hospital paid as husband has shortage of money. ഓക്കെ, ഇവിടെ ഹസ്ബൻഡിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആ പേയ്മെൻറ്റ് ബെയർ ചെയ്തു. അത് ബ്ലഡ് ബാങ്കിൽ നിന്നാണ് കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിൽ പേ ചെയ്തു. 25/7 2 injections, factor 7. ഫാക്ടർ 7 എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കർക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത മെഡിക്കൽ ടേംസ് ഒരു റീഡറോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുകയല്ലെങ്കിൽ അത്
ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് എന്നെങ്കിലും പറഞ്ഞാൽ മതിയാവും. നിർബന്ധമാണെങ്കിൽ ഫാക്ടർ 7 ബ്രാക്കറ്റിലിടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചക്ഷൻസ് വെർ ഗിവൺ ടു സ്റ്റോപ്പ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാലും മതി. അവിടെ USD 700 പെർ ഇഞ്ചക്ഷൻ ആണ്. USD 700 പെർ ഇഞ്ചക്ഷൻ. HB തിരിച്ചു വന്നു, 7.4 ആയി. BP 90/50 തന്നെ, മുകളിലും അത് തന്നെയായിരുന്നു. ഡോപ്പമൈൻ ആൻഡ് പെയിൻ മെഡിക്കേഷൻസ് കണ്ടിന്യൂഡ്. ബ്ലീഡിംഗ് മിനിമൽ, സ്റ്റിൽ ഇൻ ICU. റിപ്പീറ്റഡ് 2 more ഫാക്ടർ 7 ഇഞ്ചക്ഷൻസ്. അപ്പോൾ മൊത്തം എത്ര ഫാക്ടർ 7 ഇഞ്ചക്ഷൻസ് ആയി? 4 ഫാക്ടർ 7 ഇഞ്ചക്ഷൻ ആയി. ഒരു ഇഞ്ചക്ഷന് $700 എന്നാണ് പറഞ്ഞത്. അത് 4 ഇഞ്ചക്ഷൻ ആകുമ്പോഴത്തേക്കും $2,800 ആയി. ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 25th കഴിഞ്ഞിട്ട് 26th ആണ് ഡേറ്റ് കിടന്നത്. അത് ആക്ച്വലി ഒരു ടൈപ്പിംഗ് എറർ ആയിരുന്നു. എന്തായാലും 25th ഹോസ്പിറ്റലിൽ ഈ സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാൾക്ക് 23rd ഡെലിവറി കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ഈ കോംപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരാൾക്ക് 26 ഡിസ്ചാർജ് ആകാൻ പറ്റിയാൽ മിനിമം ഒരു 31-2 എങ്കിലും എത്തണം. ഒരു 8-9 ദിവസങ്ങൾ ആശുപത്രിയിൽ കിടക്കണം. സോ നമുക്ക് ആ ഡേറ്റ് കൂട്ടി വായിക്കാം കേട്ടോ. വൈറ്റൽ സയൻസ് ഇംപ്രൂവിംഗ്, BP 95/55, റെഡി ഫോർ ഡിസ്ചാർജ്, പ്രസന്റ് കണ്ടീഷൻ എന്താണ്? Jeffin? I'm sorry, I'm facing some technical issue here. Okay. Neck rigidity, weak body, unable to take care of baby, depression. ഇതൊന്നും സോഷ്യൽ വർക്കറെ ബാധിക്കുന്ന കാര്യമല്ല. വാക്കിംഗ് വിത്ത് സപ്പോർട്ട്, ഫിസിയോതെറാപ്പി. ഓക്കെ. അഡ്വൈസ്ഡ് ഫോർ ആഫ്റ്റർ 2 weeks. എന്തുകൊണ്ടാണ് ഫിസിയോതെറാപ്പി ആഫ്റ്റർ 2 weeks? ഇപ്പോൾ ഉള്ള ഈ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുകയല്ലോ. അനേബിൾ ടു ടേക്ക് കെയർ ഓഫ് ബേബി, ഡിപ്രഷൻ, വീക്ക് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്ചാർജ് പ്ലാൻ. കംപ്ലീറ്റ് റെസ്റ്റ് അഡ്വൈസ്ഡ്. വജൈനൽ ഡിസ്ചാർജ് വാച്ച്, മോണിറ്റർ ചെയ്യാൻ വജൈനൽ ഡിസ്ചാർജ്. എൻകറേജ് ഫ്ലൂയിഡ് ഇൻടേക്ക്. Ambulation help required. No strain or lifting weight. Monitor depression and support to divert mind to music or reading. Assist to contact Humana Social Service Society for financial support. ഡിസ്ചാർജ് പ്ലാനിൽ അസിസ്റ്റ് ടു കോൺടാക്ട് പറഞ്ഞാൽ നേഴ്സ് ഫാമിലിയെ അസിസ്റ്റ് ചെയ്യണം എന്നാണ് അല്ലേ? നേഴ്സ് ഫാമിലിയെ ഹ്യൂമാന സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യണമെന്നാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്ററിൽ അസിസ്റ്റ് ടു കോൺടാക്ട് ഹ്യൂമാന സോഷ്യൽ സൊസൈറ്റി എന്ന് എഴുതണ്ട. നിങ്ങൾ നേരെ സൊസൈറ്റിനെ അങ്ങ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഹോസ്പിറ്റൽ ബിൽ പെയ്ഡ് with great difficulty, husband unable to afford further medications and treatment, including physiotherapy and home care nurse. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് ഫിനാൻഷ്യൽ
ഡിഫിക്കൽട്ടി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി? എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഇല്ലേ, ഇതെൻ്റെ ഒരു ഫാമിലി മെമ്പറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വായിക്കാം. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നമ്മുടെ തലച്ചോറിൽ പതിയും. ക്വസ്റ്റ്യൻ പേപ്പറിനെ ഓവർലി ഡിപ്പെൻഡ് ചെയ്യാൻ പോയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതുപോലെ മാത്രമേ നമ്മുടെ തലച്ചോറിൽ കൂടെ കയറി വരത്തുള്ളൂ. അപ്പോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതിപ്പോവും. പല സ്ഥലത്തുനിന്ന് കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റാതെ വരും കേട്ടോ. ഞാൻ ജസ്റ്റ് സാമ്പിൾ ആൻസർ ഒന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കാം. Okay. I'm writing to request your urgent home visit. I am writing to request your urgent home visit to Mr. Lee and his family to assess their financial condition and to plan the possible assistance required. Mrs. Lee is in our treatment due to unexpected post-delivery complications. നമ്മളൊരു ഒരാളോട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മുടെ സംസാരം വരെ. ഓക്കെ, Mrs. Lee is in our treatment due to unexpected post-delivery complications. Okay, fine. ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചു. I am writing to request your urgent home visit to Mr. Lee and his family to assess their financial condition and to plan the possible assistance required. Mrs. Lee is in our treatment due to unexpected post-delivery complications. On the 23rd of this month, after the normal delivery, unexpectedly she developed severe bleeding. അവിടെ ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ നമ്മൾ പേരെഴുതുമ്പോൾ ഷീക്ക് പകരം മിസ്സസ് ലീ എന്ന് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. Mrs. Lee developed severe bleeding. Suspecting the source of bleeding, her uterus was removed and she was in ICU for 3 days. She had some expensive injections and needed several units of blood transfusion. Fortunately, her condition is improving and she will be discharged tomorrow. ഈ പാരഗ്രാഫ് ഒന്ന് എടുത്ത് വെച്ചിട്ടേ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി സിവിയർ ബ്ലീഡിംഗ് ഡെവലപ്പ് ചെയ്തു. സസ്പെക്ടിങ് ദ സോഴ്സ് ഓഫ് ബ്ലീഡിംഗ് ഹർ യൂട്രസ് വാസ് റിമൂവ്ഡ്. അപ്പോൾ അതൊരു ഒരു പ്രൊസീജിയറാണ്, ഒരു സർജറി നടന്നു. അപ്പോൾ അതിന് ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഉണ്ട് അല്ലേ. യൂട്രസ് റിമൂവ് ചെയ്തു. പിന്നെ ഷി വാസ് ഇൻ ICU ഫോർ 3 days. ഷീ ഹാഡ് സം എക്സ്പെൻസീവ് ഇഞ്ചക്ഷൻസ്. ഇതെല്ലാം പൈസയെ ബാധിക്കുന്നതാണ്. And needed several units of blood transfusion. ഇതെല്ലാം എക്സ്പെൻസസ് ആണ്. Fortunately, her condition is improving and she will be discharged tomorrow. Mr. Lee works in a construction company with a low salary. He does not get any financial support from other family members. വൈഫിൻ്റെ ബ്രദർ ദുബായിൽ വലിയ സെറ്റപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നൊന്നും നമ്മൾ സോഷ്യൽ വർക്കറോട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സാലറി ലോ ആണ്. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെറിയ സാലറിക്ക് വർക്ക് ചെയ്യുന്നയാളാണ്. ഫാമിലിയിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. ദുഷ്ടൻ ബ്രദർ സഹായിച്ചില്ല എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓക്കെ, കറന്റ്ലി മിസ്സസ് ലീ നീഡ്സ് ദ അസിസ്റ്റൻസ് ഓഫ് എ ഹോം നഴ്സ് ആൻഡ് എ ഫിസിയോതെറാപ്പിസ്റ്റ് വിച്ച് ഹർ ഹസ്ബൻഡ് കനോട്ട് അഫോർഡ്. അപ്പോൾ ഒരു ഹോം നഴ്സിൻ്റെ സഹായം വേണം, ഫിസിയോതെറാപ്പിൻ്റെ സഹായം ഫ്യൂച്ചറിൽ ആവശ്യമാണ്. പക്ഷേ ഇതിനൊന്നും പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കുകയില്ല. ആൻഡ് ദ ഫാമിലി സീക്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൗ. ഹെൻസ് ഐ റിക്വസ്റ്റ് യു ടു അറേഞ്ച് എ ഹോം വിസിറ്റ് ടു മിസ്റ്റർ ലീ ടു അസസ് ദെയർ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആൻഡ് ടു പ്രൊവൈഡ് പോസിബിൾ ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇത്രയേ ഇതിനകത്ത് റിക്വസ്റ്റ് പാരഗ്രാഫിൽ സോഷ്യൽ വർക്കർക്ക് ആവശ്യമുള്ളൂ. വലിച്ചുകാരി എക്സർസൈസ് വേണം, കൗൺസിലിംഗ് വേണം, റീഡിങ് ബുക്സ് എൻകറേജ് ചെയ്യണം, കൂടുതൽ വെള്ളം കുടിക്കണം. ഇതൊന്നും സോഷ്യൽ വർക്കർ ചെയ്യേണ്ട പണിയല്ല. സോഷ്യൽ വർക്കർ ചെയ്യേണ്ട ജോലി ഇത്രയും പോർഷനിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്രയും എഴുതി തന്നെ 180 വേർഡ്സ് ആവും.
അപ്പോൾ പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് വേറെ കുറേ ചവറ് സാധനങ്ങൾ വലിച്ചു വാരി വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്റർ ഭയങ്കര ലെങ്തി ആയി പോകും കേട്ടോ. ഓക്കെ, ഇതാണ് ഈ ഒരു ലെറ്ററിനെ കുറിച്ച് എനിക്ക് ബ്രീഫായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയും. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾക്ക് എഴുതേണ്ടതല്ല. നമ്മളൊരു സ്റ്റോറി പറയുന്നത് പോലെ റീഡർക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ കാര്യങ്ങളെയും ലെറ്ററിൽ കയറ്റുക എന്നുള്ളതല്ല നമ്മുടെയും. നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് രണ്ട് പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ അത്ര നല്ല കാര്യം. ഇപ്പം ഞാനിപ്പോൾ പാരഗ്രാഫിൽ എഴുതി യൂട്രസ് റിമൂവ് ചെയ്തു, അതുകൂടാതെ ICUയിൽ 3 ദിവസം ഉണ്ടായിരുന്നു, 12 യൂണിറ്റോളം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. ഇതെല്ലാം ഒറ്റ പാരഗ്രാഫിൽ എഴുതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെല്ലാം ചിതറി കിടക്കുന്നതാണ്. പക്ഷെ നമ്മളൊരു സോഷ്യൽ വർക്കറോട് ഫിനാൻഷ്യൽ എയ്ഡിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നല്ല മണിമണി പോലെ മുത്തുമണികൾ നിരത്തി നിരത്തി വെച്ചു കൊടുക്കുക. ആൾക്ക് കാര്യം മനസ്സിലാവട്ടെ. അലൗ സ്മൂത്ത് റീഡിങ്, ഡോണ്ട് ഗിവ് സ്ട്രെയിൻ ടു ദ റീഡർ. ഞാനാണ് റീഡർ എന്ന് വിചാരിച്ചുകൊണ്ട് ലെറ്റർ എഴുതുക. അല്ലെങ്കിൽ ലെറ്റർ എഴുതി കഴിയുമ്പം ഞാനാണ് ഈ സോഷ്യൽ വർക്കർ എങ്കിൽ എനിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ വേണം, എനിക്ക് എങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രൂഫ് റീഡിങ് ചെയ്യാനായിട്ട്. എപ്പോഴും ഒരു 5 മിനിറ്റ്സ് പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കണം. 50 മണിക്കൂർ റൈറ്റിംഗ് ക്ലാസ് എടുത്താലും തീരാത്തത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 1 മണിക്കൂർ ഫേസ്ബുക്ക് ലൈവിൽ അത് മുഴുവൻ പറയാൻ പറ്റിയില്ലാത്തത് കൊണ്ട് വെറും ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ടിപ്സ് പോലെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു റൈറ്റിംഗ് ക്ലാസ്സേ അല്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ ലെറ്റർ കിട്ടിയത് ഇവിടെ എടുത്തിടാം. സ്റ്റുഡൻറ്റിൻ്റെ പേരെനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ റീഡറുടെ അഡ്രസ്സ്, ഈ ലെറ്റർ എഴുതുന്ന റീഡറുടെ അഡ്രസ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങൾ അത് എഴുതിയിട്ടില്ല. യു ആർ എക്സ്ക്യൂസ്ഡ്. ഇവിടെ REG എന്നല്ല, ഒരു റിഗാർഡിങ് എന്ന അർത്ഥത്തിലായിരിക്കാം ഈ കുട്ടിയോട് എഴുതിയത്. RE കേട്ടോ, RE റെഫറൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനുണ്ടല്ലോ വലിയ വലിയ ഡീപ്പായിട്ടുള്ള ഗ്രാമറിലേക്ക് പോകണ്ട, അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ ഇന്ന്, ഓണ്, വിത്ത്, ഓഫ്, പിന്നെ ആഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻജങ്ഷൻ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്കാകെ ഒരു റീഡർ ഒരു ലെറ്റർ വായിച്ചാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഗ്രാമർ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. എൻ്റെ എല്ലാ ബാച്ചുകളും എല്ലാ സ്റ്റുഡൻസും ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടേ ക്ലാസ്സിൽ കയറുള്ളൂ എന്നും വെച്ച് ഗ്രാമറിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് OET സ്റ്റുഡൻസിന് ഭൂഷണമല്ല. OET തന്നെ പറയുന്നത് വി ആർ ഓക്കെ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഒത്തിരി ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഗ്രാമറിന്റെ മാർക്ക് പോകുമെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ കൂട്ടിയാലും കമ്മ്യൂണിക്കേഷൻ റോങ് ആവുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഹീ ഡോണ്ട് നോ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പല ക്ലാസ്സുകളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ലെറ്റർ എഴുതുമ്പം ഡോണ്ട് എന്ന് എഴുതരുത്, ഡോ നോട്ട് എന്ന് എഴുതാവുള്ളൂ. ഹീ ഡോണ്ട് നോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരി ആകുന്നത് ഡസൻറ്റ് എഴുതുമ്പോഴാണ് അല്ലേ. ഡസൻറ്റ്, ഡസ് നോട്ട്. അപ്പൊ ഹീ ഡോണ്ട് നോ ശരിയല്ല, ഹീ ഡസ് നോട്ട് നോ ആണ് ശരി. അത് കൂട്ടിയിട്ട് നമ്മളൊരു സെന്റൻസ് OET ലെറ്ററിൽ എഴുതാന്നിരിക്കട്ടെ. ഹീ ഡസ് നോട്ട് നീഡ് ടു കണ്ടിന്യൂ റാമിപ്രിൽ. ഹീ ഡസ് നോട്ട് നീഡ് ടു കണ്ടിന്യൂ റാമിപ്രിൽ എന്ന് എഴുതിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അവിടെ ഹീ ഡോണ്ട് നീഡ് ടു കണ്ടിന്യൂ റാമിപ്രിൽ എന്ന് എഴുതിയാലും റീഡർക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഡസ് നോട്ട് എഴുതേണ്ട അടുത്ത് ഡോണ്ട് എഴുതി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് തോക്കുകയില്ല. പിന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കാൻ വേണ്ടി ഗ്രാമർ ആവശ്യമാണ്. ഈസ് എഴുതുന്ന അടുത്ത് വോസ് എഴുതിയാൽ തെറ്റിപ്പോകും, വോസ് എഴുതുന്ന അടുത്ത് ഈസ് എഴുതിപ്പോയാൽ തെറ്റിപ്പോകും. കാരണം ആശയം തന്നെ നമ്മൾ മാറ്റി എഴുതുക. ടെൻസ്, പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസ് ഒക്കെ മാറ്റാതിരിക്കുക. പിന്നെ
വലിയ ചിലവൊന്നുമില്ല. ഡോണ്ട് അല്ല ഡസന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇപ്പൊ നമ്മളിപ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അത്രയും ഭാഗത്ത് വൃത്തികേട് മാറി കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു ഗ്രാമർ വൃത്തിയാക്കി എഴുതി പോവുകയാണെങ്കിൽ അത്രയെങ്കിലും ആ റൈറ്റർക്ക് ഒരു ഇമ്പ്രഷൻ വരുന്നെങ്കിൽ നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഗ്രാമർ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫോക്കസ് ചെയ്തു എന്ന് വെച്ച് ഗ്രാമർ ആകെ മോശമായതിന്റെ പേരിൽ OETക്ക് പിള്ളേര് തോക്കുന്നത് കുറവാണ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ 7 വർഷമായി ഞാൻ OET പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ 7 വർഷമായിട്ട് എൻ്റെ എല്ലാ പിള്ളേരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. OET ഈസ് 20% ഇംഗ്ലീഷ് ആൻഡ് 80% കോമൺ സെൻസ്. 20% ഇംഗ്ലീഷ് ആൻഡ് 80% കോമൺ സെൻസ്. ഈ OETയുടെ ലെറ്റർ വായിക്കുന്ന ഒരാൾക്ക് ഈ കാൻഡിഡേറ്റ് കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് നമ്മളുടെ മൊത്തം സ്കോറിന്റെ ഒരു നിശ്ചിത സ്കോർ മേടിക്കാൻ പറ്റും. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു 20% വരുന്നുള്ളൂ. ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ലിസണിങ്ങിന് 42 മാർക്കാണ്, റീഡിങ്ങിനും 42 മാർക്കാണ് OETക്ക്. ഞാൻ മറ്റേ 500ന്റെ കാര്യമല്ല ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് 350 500 പറയരുത്. ലിസണിങ്ങിന് 42 റീഡിങ്ങിന് 42 ഉള്ളതുപോലെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഈ 42ന്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സ്കോർ ഉണ്ട്. അതിൽ റൈറ്റിങ്ങിന്റെ സ്കോർ എത്രയാണെന്ന് പറയാമോ? പെട്ടെന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അനക്കം വെക്കണം കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ ചോദ്യം, ലിസണിങ്ങിന് 42 മാർക്കും റീഡിങ്ങിന് 42 മാർക്കും ഉള്ളതുപോലെ റൈറ്റിങ്ങിന് ഒരു മാർക്കുണ്ട്. അതെത്രേ? പെട്ടെന്ന്. പെട്ടെന്ന്. വേറെ ആർക്കും കിട്ടുന്നില്ലേ? ലിസണിങ്ങിന് 42 മാർക്കാണ്, റീഡിങ്ങിന് 42 മാർക്കാണ്. അതുപോലെ റൈറ്റിങ്ങിന്റെ മാർക്ക് എത്ര? ഓക്കെ, അപ്പൊ ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമുക്ക് എത്ര പേര് ലൈവിൽ ഉണ്ടായിട്ട് നമ്മൾക്ക് റൈറ്റിങ്ങിന്റെ മാർക്ക് എത്രയാണ് എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ ലെറ്റർ എഴുതുന്നത്. നമ്മൾ കഥയറിയാതെ ആട്ടം കാണുക. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ഒരു കൊച്ചിനെ പ്രസംഗ മത്സരത്തിന് വിടുകയാണെങ്കിൽ പ്രസംഗത്തിന് മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ പ്രസംഗം 3 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് 10 മാർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ആ 3 മിനിറ്റിന് വരുന്നത്രയും പ്രസംഗം എഴുതിച്ചിരിക്കും. അത് 4.5 മിനിറ്റ് ആകാതെയും നോക്കും, അത് 3 മിനിറ്റ് താഴെ പോകാതെയും നോക്കും. നിങ്ങളുടെ സ്പീക്കിംഗ് പ്രസംഗം ഒരു കവിതയോടുകൂടിയോ സ്റ്റോറിയോടുകൂടിയോ തുടങ്ങണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് ഏതെങ്കിലും ഒരു കസിനെ വിളിച്ചേച്ചിട്ട് ആടാ അനൂപേ ഫ്രീ ആണോടാ, തിരക്കില്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ ഒരു പ്രസംഗം എഴുതി തരുവാടാ, വിഷയം എന്നതാ, ഒരു കവിത വേണം കേട്ടോ, ആദ്യം പറഞ്ഞു ചെയ്യിക്കും. പിന്നെ ആവശ്യത്തിന് പോയിന്റ്സ്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട 3-4 പോയിന്റ്സ് എങ്കിലും ആ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം. അതിന് 10 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. നല്ലൊരു കൺക്ലൂഷനോടുകൂടി നല്ലൊരു മെസ്സേജോടുകൂടി പ്രസംഗം അവസാനിപ്പിച്ച് അതിന് 10 മാർക്ക്. അങ്ങനെ 50 മാർക്കാണ് പ്രസംഗത്തിനെങ്കിൽ. അപ്പം കൊച്ചുങ്ങൾ കയ്യും കാലും ഒക്കെ പൊക്കി ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണിച്ച് പ്രസംഗം പറയുകയാണെങ്കിൽ അതിന് 10 മാർക്കാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ കയ്യെ കയർ വലിച്ചു കെട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ പൊക്കിയും താത്തി ആ കൊച്ചിനെ കൊണ്ട് പ്രസംഗം പഠിപ്പിക്കും. എന്നിട്ട് സമ്മാനം കിട്ടുന്നതാ ഒരു ചോറ്റും പാത്രം, അല്ലേ? നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാവുന്ന OETക്കും ഈ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. അതിന് വെച്ചിട്ടാണ് അവർ ലെറ്ററിൽ മാർക്ക് ഇടുന്നത്. സ്പീക്കിങ്ങിനും അത് വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാവുന്ന
36,000 രൂപ മുടക്കി ഒരു പരീക്ഷ എഴുതാൻ പോകുന്നിടത്ത് അതിനു മുമ്പ് 10-30,000 രൂപ ട്രെയിനിങ്ങിന് വേണ്ടി മുടക്കി 1.5 മാസം 2 മാസം 3 മാസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുന്ന പരീക്ഷയ്ക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ടെന്ന് അറിയാൻ മേലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ പരീക്ഷ എഴുതാൻ പോകുന്നത്? ഓക്കെ, സോ എൻ്റെ ചോദ്യം മാർക്കിംഗ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൈറ്റിങ്ങിന് എത്രയാണ് മാർക്ക് എന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും ഒരുപക്ഷെ എൻ്റെ ഐഡിയ ഇല്ല. ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർക്ക് കാര്യം ഒരു 20 റൈറ്റിംഗ് കറക്ഷനൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. റൈറ്റിങ്ങിന് എത്ര മാർക്കാണെന്ന് ഒരു ഊഹവും ഇല്ല. നമ്മൾക്ക് ലിസണിങ്ങിനും റീഡിങ്ങിനും 42-ൽ കിട്ടുന്ന മാർക്കിനെ കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ അവർ 500-ൽ മാർക്ക് ഇടുന്നത്. അതുപോലെ തന്നെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഒരു മാർക്കുണ്ട്. റൈറ്റിങ്ങിന് 38 മാർക്കാണ് കേട്ടോ. റൈറ്റിങ്ങിന് 38 മാർക്കാണ്. 5 ക്രൈറ്റീരിയയ്ക്ക് 7 മാർക്ക് വെച്ച് 35. ഒരു ക്രൈറ്റീരിയയ്ക്ക് 3 മാർക്ക്, അത് 3. അങ്ങനെ മൊത്തം 38-ലാണ് റൈറ്റിങ്ങിൻ്റെ മാർക്ക്. അപ്പോൾ എക്സാമിനറുടെ മേശപ്പുറത്ത് ഈ മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ ഒരു ടേബിൾ ഇരിപ്പുണ്ട്. അവർ അത് റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. പിന്നെ പരിചയമുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള എക്സാമിനേഴ്സിന് അവരുടെ ടേബിളിൽ ഈ മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ ഷീറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പേപ്പർ എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഈ ഉണ്ണി എവിടെ വരെ പോകും എന്ന്. കേട്ടോ, ശരി. അപ്പോൾ ആ 38 മാർക്ക് ഞാൻ ഇന്ന് അതെടുക്കാനല്ല വന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. ഈ മാർക്കിംഗ് ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ഏകദേശം ഒരു 3 മണിക്കൂറുള്ള വീഡിയോ. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ക്ലാസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റിസപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ക്ലാസ് ആയിട്ടുണ്ട്. എൻ്റെ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് പർപ്പസ് എന്ന ഒരു സംഭവം മീറ്റ് ചെയ്യുന്നതിന് 3 മാർക്കാണ്. പലർക്കും ഒരു വിചാരമുണ്ട് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന്. അല്ല, ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ മുഴുവൻ ഭാഗത്തും പർപ്പസിന് റോളുണ്ട്. പർപ്പസിന് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് എഴുതിയാൽ പർപ്പസിന് 3 മാർക്ക് കിട്ടുമെന്ന് പറയുന്നത് ആനമണ്ടത്തരമാണ്. ഇൻട്രൊഡക്ഷൻ മര്യാദയ്ക്ക് എത്ര നന്നായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊരു 1 മാർക്കിൻ്റെ എലിജിബിലിറ്റിയേ ഉള്ളൂ കേട്ടോ. പർപ്പസിന് 3 മാർക്കാണ്. അടുത്തത് കണ്ടന്റ് ആണ്. ആവശ്യമുള്ള എല്ലാ കണ്ടന്റും സെലക്ട് ചെയ്യുന്നതിന് 7 മാർക്കുണ്ട്. കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, അതിന് 7 മാർക്കാണ്. ഇത് കൺസൈസ്നെസ്സിന് മാത്രമല്ല 7 മാർക്ക്, കൺസൈസ്നെസ്സും ക്ലാരിറ്റിയും കൂടെ കൂടിയാണ് 7 മാർക്ക് എന്ന് മനസ്സിലാക്കുക. കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കലാണ് കൺസൈസ്നെസ്. കണ്ടന്റ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യലാണ്. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം, ഇപ്പൊ സോഷ്യൽ വർക്കർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 7 മാർക്ക് കിട്ടും. സോഷ്യൽ വർക്കർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചുമ്മാ വലിച്ചു വാരി എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും കിട്ടും 7 മാർക്ക്. അതിൻ്റെ കൂടെ ക്ലാരിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ, ക്ലാരിറ്റിയും കൺസൈസ്നെസ്സും ക്ലബ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ ജോൺറെ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. പലർക്കും ഈ ജോൺറെ ഉച്ചരിക്കാൻ പോലും അറിയത്തില്ല. എനിക്കും അറിയത്തില്ലെന്ന് വെച്ചോ. ഇത് നമ്മൾ ഉച്ചരിക്കലല്ല വിഷയം, ഇത് തിയറി പോലെ കാണാപ്പാടെ പഠിക്കലും അല്ല വിഷയം. ലെറ്ററിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ജോൺറെ ആൻഡ് സ്റ്റൈലിന് 7 മാർക്കാണ്. ഒരു സ്റ്റൈലിഷ്, ഒരു മെഡിക്കൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ജോൺറെ ആൻഡ് സ്റ്റൈൽ നമ്മളിപ്പോൾ ഈ ജോൺറയിൽ വരുന്നതേ ഒന്ന് ഈ വാട്സാപ്പ് ലാംഗ്വേജ് പോലത്തെ ലാംഗ്വേജുകൾ, ഷോർട്ട് ലാംഗ്വേജ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഫ്രണ്ടിനോട് വർത്താനം പറയുന്ന പോലെ വർത്താനം പറയാതിരിക്കുക. ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടവരുടെ അത് ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് മെഡിക്കൽ ടേംസ് അറിയാൻ മേലാത്തവന് പറയാതിരിക്കുക. ഇവൻ NIDDM എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലൈറ്റസ് അല്ലെ. NIDDM എന്ന് പറയുന്നത് അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പൊ അവർ പറയുന്നു ഒരു ഓർത്തോ സർജന് നിങ്ങൾ ലെറ്റർ എഴുതുമ്പം NIDDM എഴുതരുത്, ഫുൾ ഫോം എഴുതണം. ഡോക്ടർ ആയതുകൊണ്ട് NIDDM അറിയണമെന്നില്ല. അതേസമയം ഒരു എൻഡോക്രിനോളജിസ്റ്റിന്റെ അടുത്ത് NIDDM എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കൊണ്ട് അതിന്റെ ഫുൾ ഫോം എഴുതരുത്. അയാൾക്ക് അറിയാം NIDDM, അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ.
നിങ്ങൾക്ക് NIDDM എന്നാന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ബ്രാക്കറ്റിൽ പറഞ്ഞു തരാം കേട്ടോ എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്താൽ അതൊക്കെ ജനറൽ ആൻഡ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഇത് മനോജ് സാർ 7 വർഷമായിട്ട് 10,000 പിള്ളേരെ OET പഠിപ്പിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ ഈ ഓസ്ട്രേലിയക്ക് ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയിട്ട് OET എന്ന് പറഞ്ഞ് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ട് സാറേ, OET എന്ന് പറഞ്ഞിട്ട് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന ബ്രാക്കറ്റിൽ എന്നോട് പറയുന്നത് പോലെയാണ് NIDDM എന്നൊരു എൻഡോക്രിനോളജിസ്റ്റിനോട് പറയുന്നത്. അത് പാടില്ല. അല്ലെങ്കിൽ G3P2 മദർ എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റട്രിഷ്യൻ ഗൈനക്കോളജിസ്റ്റിനോട് പറയുമ്പോൾ നമ്മളവിടെ അവരുടെ അറിവിനെ അളക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല, ഒരു നേഴ്സായി എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം, ഇത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, വായിച്ചോ. സ്പൂൺ ഫീഡിങ് അതറിയാൻ മേലാത്തവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു. ഒരു സോഷ്യൽ വർക്കറുടെ അടുത്ത് നിങ്ങൾ G3P2 എന്നുള്ള ലാംഗ്വേജേ ഉപയോഗിക്കരുത്. എന്തിന്? അയാൾക്ക് അത് കേട്ടിട്ട് എന്ത് മനസ്സിലാവാനാ? യെസ്, ഇതൊക്കെ ഈ ജോൺറയുടെ അടിയിൽ വരും. ഓക്കെ, ഇനി അടുത്തത് ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്. ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്. പാരഗ്രാഫിംഗ് ചെയ്യുക. പാരഗ്രാഫ് ഒരു ടോപ്പിക് സെന്റൻസോട് തുടങ്ങുക. ഒരു പാരഗ്രാഫിന്റെ ആദ്യ സെന്റൻസ് പാരഗ്രാഫ് ഹെഡിങ്ങിന് തുല്യമാണ്. ഹി ലീവ്സ് അലോൺ ഇൻ എൻ ഇൻഡിപെൻഡന്റ് ഹൗസ് എന്ന് ഫസ്റ്റ് സെന്റൻസ് എഴുതി വെച്ചിട്ട് അവന് ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിന് 7 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നും? എന്നിട്ട് അതിന്റെ താഴേക്ക് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുക. അപ്പൊ ആദ്യ സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആണെങ്കിൽ അദ്ദേഹം തന്നെ താമസിക്കുന്നു ഒരു വീട്ടില്, ഇൻഡിപെൻഡന്റ് ഹൗസിൽ തന്നെ താമസിച്ചു വരുന്നു എന്ന് പറയുകയും എന്നിട്ട് അതിന്റെ അടി കൊണ്ടുപോയിട്ട് സൈക്കിളിൽ നിന്ന് വീണതും ന്യൂമോണിയ വന്നതും ഒക്കെ എഴുതിയാൽ എന്ത് ടോപ്പിക് സെന്റൻസ് ഇത്? മനോജ് സാറേ അങ്ങോട്ട് നോക്കൂ, അല്ല വേണ്ട ഇയാൾ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്നത് പോലെയുണ്ട്. നമ്മളോട് ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഈ പാരഗ്രാഫിൽ നിങ്ങൾ ഇതാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് പറയുകയും എന്നിട്ട് അതിന് താഴേക്ക് ടോട്ടലി വിപരീതമായ കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്താൽ അതെന്ത് മച്യൂരിറ്റി ലെവലാണ് കാണിക്കുന്നത്? ഇതൊക്കെ ഈ OET ലെറ്ററൊക്കെ എഴുതിക്കുന്നത് എന്തിനാ? നാളെ UK-യിലോ ഓസ്ട്രേലിയയിലോ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എത്രമാത്രം പക്വതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാണാനല്ലേ. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഇതൊരു റീഡിംഗ് പാർട്ടിയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങളൊരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ ഒരു കാര്യം എഴുതി, എന്നിട്ട് അതിന് അടിയിലേക്ക് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം എഴുതി. അത് OET റീഡിംഗ് പാർട്ടിയിൽ നിങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിലോ? ഹെഡിങ് ഇല്ലാത്തൊരു പാരഗ്രാഫ്, ഹി ഈസ് എ വിഡോവർ ലിവിങ് ഇൻ എൻ ഇൻഡിപെൻഡന്റ് ഹൗസ് അലോൺ എന്നൊരു സെന്റൻസ് തുടക്കത്തിൽ കണ്ടുവന്നിരിക്കട്ടെ റീഡിംഗ് പാർട്ടിയിൽ. അപ്പൊ അതിന്റെ താഴെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം തന്നെ താമസിക്കുന്നു, അദ്ദേഹം ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അദ്ദേഹത്തിന് ഡിപ്രഷനും കൂടി ഈയിടെയായിട്ട് അതുമൂലം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടും റിമൈൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടും മെഡിക്കേഷൻ നോൺ കംപ്ലയൻസ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്, തന്നെ താമസിച്ച് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ലൈഫ് അല്പം റിസ്കിയാണ്. അങ്ങനെയൊക്കെയാ പോകുന്നതെങ്കിൽ അത് ഓക്കെ. അത് വിട്ടിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അടുത്ത ഒരു പക്ഷെ ബാക്കിയെല്ലാം ബന്ധമുള്ളതായിരിക്കും, പക്ഷെ ഫസ്റ്റ് സെന്റൻസ് ഇതിനുമായിട്ടൊരു കുലബന്ധം പോലും ഇല്ല. ടോപ്പിക് സെന്റൻസ് എഴുതുമ്പോൾ അല്പം ശ്രദ്ധിച്ചെഴുതുക. ഞാൻ സ്റ്റുഡൻസിനോട് പറയും, നമ്മൾ തുണി തൂക്കിയിടുന്ന ഹാങ്കറാണ് ടോപ്പിക് സെന്റൻസ്. ബാക്കി ആ തുണി മൊത്തം ആ ഹാങ്കറിൽ തൂങ്ങിയാണ് കിടക്കുന്നത്. നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം തുണിയൊക്കെ അലക്കി ഞായറാഴ്ച ഇതെല്ലാം മടക്കി വെച്ച് തിങ്കളാഴ്ച തൊട്ട് ഡ്യൂട്ടിക്ക് പോകുന്നവരാ. ഓരോരോ പിള്ളേരുടെയും കെട്ടിയവന്റെയും അടുത്ത വ്യാഴാഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സും അലക്കി തേച്ച് യൂണിഫോമുകളെല്ലാം ഒരു ഹാങ്കറിൽ തൂക്കി, ഒരു കളറിലുള്ള യൂണിഫോം ഒരു ഹാങ്കർ, മറ്റേ കൊച്ചിന്റെ മറ്റേ കളറുള്ള യൂണിഫോം വേറെ ഹാങ്കറിൽ. അപ്പൊ ഒരു കളറിൽ അല്ല ഒരു ഹാങ്കറിൽ ആ ഒരു ഡ്രസ്സിന്റെ അനുബന്ധ സാധനങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? ബർത്ത്ഡേ പാർട്ടിക്കുള്ള കളർ ഡ്രസ്സാണ് ഇത് വേറെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു ഹാങ്കറിന്റെ ജോലി. ആ ഹാങ്കറാണ് ആ മൊത്തം ഡ്രസ്സുകളെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഒരു ടോപ്പിക് സെന്റൻസ് പാരഗ്രാഫിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പക്വത കാണിക്കണം കേട്ടോ. ഓക്കെ, സോ ജനറൽ ആൻഡ് സ്റ്റൈൽ 7 മാർക്സ്, ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട് 7 മാർക്സ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അല്ലേ? ഓക്കെ, ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സിന് 7 മാർക്സ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്താണ് ഫുൾ സ്റ്റോപ്പ്, സ്പെല്ലിങ്, ക്യാപിറ്റൽ ലെറ്റർ, അപ്പോസ്ട്രഫി, ഗ്രാമർ അല്ലെ, ടെൻസ്, ആർട്ടിക്കിൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. 7 മാർക്സ് അതിനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു ലെറ്ററിന്റെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണോ കോമൺ സെൻസ് ആണോ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഓർക്കുന്നില്ലേ? OET ഈസ് ഓൾ അബൌട്ട് 20% ഇംഗ്ലീഷ് ആൻഡ് 80% കോമൺ സെൻസ്. OET ലെറ്റർ കേട്ടോ.
പർപ്പസിന്റെ 3 മാർക്ക് കിട്ടുന്നതില്ലേ, നമ്മൾ ആ റീഡറുടെ ജോലി മനസ്സിലാക്കി അതിനകത്ത് പർപ്പസ് സെലക്ട് ചെയ്യുന്നതിനാണ് നമുക്ക് 3 മാർക്സ്. അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടൊരു ബന്ധമില്ല, കോമൺ സെൻസ് ആണ് അല്ലെ. ഇവിടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏതൊക്കെ പർപ്പസ്, ഏതൊക്കെ ഐഡിയാസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് കോമൺ സെൻസ് ആണ്. കണ്ടന്റ് 7 മാർക്സ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ഏതൊക്കെ കണ്ടന്റ് സെലക്ട് ചെയ്യണം, ഏതൊക്കെയാണ് ഈ റീഡർക്ക് ആവശ്യമുള്ളതെന്ന് സെലക്ട് ചെയ്യൽ കോമൺ സെൻസ് ആണ്. അതിലെവിടെ ഇംഗ്ലീഷിൽ ആ സാധനം എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് ഗ്രാമറാണ്. ആ ഗ്രാമറിന്റെ മാർക്ക് സായിപ്പിടുമ്പോൾ ഇംഗ്ലീഷിന്റെ മാർക്ക് ഇടുന്നത് താഴത്തെ 7ൽ നിന്ന്. നമ്മുടെ ലാംഗ്വേജ് എത്ര മോശമായാലും നമ്മുടെ ലാംഗ്വേജ് അവർ 0 മാർക്ക് തരുമോ? ഇല്ല, ഒരു 3എങ്കിലും തരണ്ടേ. ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ 3എങ്കിലും തരണ്ടേ. അത്യാവശ്യം ഒരു ടീച്ചറുടെ അടുത്ത് നിങ്ങൾ ഗ്രാമറൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിട്ടൊക്കെ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് അവിടെ 4എങ്കിലും തരണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് OETക്ക് 0 കിട്ടില്ല. നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഏറ്റവും അടിയിൽ കിടക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ 7 മാർക്സിൽ നിന്ന് അതും 0 കിട്ടില്ല. ആ 7 മാർക്സിൽ നിന്ന് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചവരാണെങ്കിൽ 4 മാർക്ക് കിട്ടാം. അപ്പോഴും ബാക്കിയുള്ള പർപ്പസും കണ്ടന്റും കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയും ജനറൽ ആൻഡ് സ്റ്റൈലും ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ടും അവിടെ കിടക്കുക. അതെല്ലാം നിങ്ങൾ ആദ്യം ഒന്ന് വൃത്തിയാക്കിക്കേ. നിങ്ങൾക്ക് അതിൽ നിന്നല്ല 7ൽ നിന്ന് 5 മേടിക്കുന്ന പോലെ ഒന്ന് പഠിച്ചു നോക്കിയേ. പർപ്പസിന് 3ൽ 3 മേടിച്ചു നോക്കിയേ. അവിടെ ആ ക്ലാരിറ്റി ഇല്ല, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി. ആ ക്ലാരിറ്റിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജും ടെൻസസും ഒക്കെ മാറിപ്പോകുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയെ ബാധിച്ചേക്കാം. പിന്നെ ലാംഗ്വേജ് പറ്റ പൊളിയാണെങ്കിൽ നിങ്ങൾക്ക് 7ൽ 3 അത് മാത്രമേ ഉള്ളൂ, അല്ല 0 കിട്ടിയാൽ പോലും ബാക്കി കിട്ടുമല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം പർപ്പസും കണ്ടന്റും ഒക്കെ ചിലപ്പോൾ ക്ലിയർ ആകാതെ പോകാം. ഡോക്ടർക്ക് സർജറി ചെയ്യല്ലേ, ഡോക്ടർ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്തു എന്നുള്ളത് ഡോക്ടർ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഗ്രാമർ മിസ്റ്റേക്കിന്റെ മാർക്ക് കുറച്ചോളം പറയരുത്. ഡോക്ടർ ഹാസ് ബീൻ അഡ്വൈസ്ഡ്, ഇപ്പം എന്താ ട്യൂബുലർ പ്രഗ്നൻസി ആയിട്ട് ഒരു ട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസത്തേക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തരുത് എന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് വിട്ടത് ഡോക്ടർ ഹാസ് ബീൻ അഡ്വൈസ്ഡ് നോട്ട് ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ് ഫോർ ദ നെക്സ്റ്റ് 3 months എന്ന് എഴുതി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. സാറേ ഗ്രാമർ മിസ്റ്റേക്ക് എന്നൊരു 7 ഇച്ചിരി മാർക്ക് അങ്ങ് കുറച്ചേര് എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് ആത്യന്തികമായിട്ട് ലെറ്ററിന്റെ കണ്ടന്റിനെ ബാധിക്കാതിരിക്കുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമർ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടോ കുഴപ്പമായാലും കുഴപ്പമില്ല കേട്ടോ. 7 വർഷമായി ഞാൻ ഈ പണിയെടുക്കുന്നു. ഐ ഹാവ് സീൻ പ്ലെന്റി ഓഫ് സ്റ്റുഡൻസ്. ഐ ആം ടെലിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ആരെങ്കിലും ഗ്രാമറിനെ നിങ്ങൾ അത്ര വലിയ സംഭവമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാമറിന് ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. നിങ്ങളിപ്പോൾ കേരളത്തിൽ കാണുന്ന എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നതിന് മുൻപേ തന്നെ ഞാൻ OET പഠിപ്പിക്കുന്നുണ്ട്. അന്ന് തൊട്ടേ ഞാൻ ഗ്രാമർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അപ്പം ഞാൻ ഗ്രാമർ വേണ്ട എന്നല്ല പറയുന്നത് കേട്ടോ. ഗ്രാമർ വേണം, പക്ഷെ നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഗ്രാമറിനെ ചിന്തിച്ച് ബാക്കിയുള്ളതും കൂടി കുളവാക്കണ്ട. ബാക്കിയുള്ളതെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഗ്രാമർ ഇല്ലാത്തവർക്ക് അത്യാവശ്യം കോമൺ സെൻസിൽ എഴുതാൻ പറ്റുന്ന പിള്ളേരുണ്ട്, അവർ കയറി പോകും. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ C+ മതി എന്നിരിക്കെ നമുക്ക് എത്ര സുഖമായിട്ട് എഴുതാൻ പറ്റുമെന്ന് അറിയാമോ? ഓക്കെ, സോ ലെറ്റ് മീ റിമൂവ് വാട്ട് ഐ റിട്ടൺ ഹിയർ. യെസ്, അപ്പോൾ നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. I'm introducing Miss Sara Lee, 30 years old, who is admitted in our hospital on 23/1/2020, and she delivered a baby boy. She is being discharged today and needs your financial support. ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാവാം. എല്ലാ മിസ്റ്റേക്സിലേക്ക് ഞാൻ പോകുന്നില്ല. കുത്തും കോമയിലേക്ക് ഞാൻ വലിയ കാര്യമായിട്ട് കിടക്കുന്നില്ല. അതൊക്കെ ഇന്നും തീരത്തുമില്ല. ഒരു ടിപ്പിക്കൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ലെറ്റർ പോലെ ഇല്ലേ എന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ബേസിക് മിസ്റ്റേക്സ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 30 years എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാറ്റാൻ പറ്റിയാൽ നല്ലത്. 30-year-old എന്നെഴുതാം.
30 years old എന്ന് ഹൈഫൻ ഇല്ലാതെയും എഴുതാം. ഹൈഫൻ ഇടുകയാണെങ്കിൽ 30, പിന്നെ ഇയേഴ്സ് വേണ്ട, ഇയർ മതി. പക്ഷെ 30 ശേഷവും ഹൈഫൻ വേണം, ഇയറിന് ശേഷവും ഹൈഫൻ വേണം. പക്ഷെ ഹൈഫൻ ഇടാതെ എഴുതുകയാണെങ്കിൽ ഇയേഴ്സ് ഇടുക. ഓക്കെ, അത് റെഫറൻസിൽ REG വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. I am introducing Miss Sara Lee. ഇവിടെ ഒരു കോമ ഇടാം. 30 years old, അതായത് സാറാ ലീയുടെ ഒരു വിശേഷണമാണ് ഞാൻ 30 years oldലൂടെ കൊടുക്കുന്നത്. അവിടെ ഹൈഫൻ ഇടാത്തത് കൊണ്ട് ആ 30 years old ഓക്കെയാണ്. ഐ എം ഇൻട്രൊഡ്യൂസിങ് കോമ മിസ്സസ് സാറാ ലീ കോമ ക്ലോസ്. 2 കോമയുടെ ഇടയ്ക്ക് വിശേഷണം പറയാം. ഓക്കെ, സാറാ ലീയുടെ വിശേഷണം 30 years old. ഹു ഈസ് എന്നിവിടെ പറഞ്ഞു, അവിടെ ഈസ് ആണോ വരേണ്ടത്? ഹു ഈസ് അഡ്മിറ്റഡ് എന്ന് വെക്കണോ? അവിടെ എന്താണ് വരേണ്ടത്? ഹു വാസ് അഡ്മിറ്റഡ് അല്ലെ? ഹു വാസ് അഡ്മിറ്റഡ് ഇൻ ആണോ? ഹു വാസ് അഡ്മിറ്റഡ് ഇൻ അവർ ഹോസ്പിറ്റൽ എന്നാണോ എഴുതേണ്ടത്? ഹു വാസ് അഡ്മിറ്റഡ് ടു our hospital on 23/1/2020 and she delivered a baby boy. ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി, അത് നോർമൽ ഡെലിവറി ആയിരുന്നു. ഇത് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട സാധനമാണോ? പ്രത്യേകിച്ച് ഒരു സോഷ്യൽ വർക്കറോട്, അതും ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്ററിൽ എങ്ങനെയാണോ വരേണ്ടത് എന്നൊന്ന് ചിന്തിക്കാം. ഓക്കെ, ഒരു സ്റ്റുഡൻറ് എഴുതിയ ലെറ്ററിനെ മുഴുവനായിട്ട് തിരുത്തി മാറ്റി എഴുതാനായിട്ടൊരു എഫേർട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ സാമ്പിൾ ആൻസർ ഓൾറെഡി കാണിച്ചത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഷീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ എന്നിവിടെ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടുഡേ എന്നോ ടുമോറോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഷീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ ആൻഡ് നീഡ്സ് യുവർ ഫിനാൻഷ്യൽ സപ്പോർട്ട്. ആക്ച്വലി നമ്മൾ ഹോം വിസിറ്റ്, അതായത് പേഷ്യൻറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിനെ വീട്ടിൽ പോയി കാണാനായിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് അല്ലെ? അത് അവർക്കിപ്പോൾ എത്രമാത്രം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് എത്രമാത്രം ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം എന്ന് വീട്ടിൽ പോയി അസസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നല്ല, അസസ് ചെയ്യുക, എന്നിട്ട് ആവശ്യമെന്ന് തോന്നിയാൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം കേട്ടോ. ഞാൻ സാമ്പിൾ ആൻസറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ കാണിക്കട്ടെ. ഓക്കെ, I am writing to request your urgent home visit to Mr. Lee and his family to assess their financial condition and to plan the possible assistance required. അപ്പോൾ അവിടെ കണ്ട ഇൻട്രൊഡക്ഷനും ഇവിടെ ഉള്ള സാമ്പിൾ ആൻസറിലെ ഇൻട്രൊഡക്ഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. ഇതിൽ നിങ്ങൾ സാധാരണ ഏത് ശൈലിയിലാണ് എഴുതുന്നത്? ഇപ്പോൾ കൂട്ടുകാർ എഴുതിയ അതുപോലൊക്കെ തന്നെയാണോ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇരിക്കുക, അതോ ഈ ഒരു ശൈലിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. നമ്മൾ ഗ്രേപ്സ് 1 കിലോ മുന്തിരി മേടിച്ചിട്ട് 10 കൂട്ടുകാർക്ക് കൊടുക്കുന്നതിനേക്കാളും ആ മുന്തിരി ജ്യൂസ് ആക്കിയിട്ട് 10 കൂട്ടുകാർക്ക് ഒരു 10 ml വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എല്ലാ ഗ്രേപ്സിൻ്റെ എസൻസ് എല്ലാവർക്കും കിട്ടില്ലേ? അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തത്തിൽ വായിച്ചിട്ട് അതിൻ്റെ എസൻസ് അബ്സോർവ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ ലെറ്ററിൻ്റെ മൊത്തം ഭാഗം റീഡർക്ക് കിട്ടും. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ കടമെടുത്ത എന്തെങ്കിലുമൊക്കെ സെന്റൻസസ് മാത്രമേ റീഡറുടെ അടുത്ത് ചെല്ലുകയുള്ളൂ കേട്ടോ. മിസസ് ലീ ഈസ് ഇൻ ആർ ട്രീറ്റ്മെന്റ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് പോസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേഷൻസ്. ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ 2 കാര്യങ്ങൾ മസ്റ്റാണ്. ഒന്ന്, വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ പേഷ്യൻറ്റ്. 2, വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദ റീഡർ. ഈ 2 കാര്യങ്ങളും നമ്മുടെ ലെറ്ററിൽ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഷ്യൻറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. അതിനകത്ത് പേഷ്യൻ്റ് ഇപ്പോഴത്തെ ഹെൽത്ത് പ്രോബ്ലം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേര്, ഏജ് ആവശ്യമെങ്കിൽ ഏജ്, പ്രൊഫഷൻ ആവശ്യമെങ്കിൽ പ്രൊഫഷൻ, പിന്നെ ഇപ്പോഴത്തെ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്ത്, റീഡറുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കേട്ടോ. അല്ലാതെ നോർമൽ ഡെലിവറിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നതല്ല പ്രോബ്ലം. ഈ ലെറ്ററിലെ പേഷ്യൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒത്തിരി പോസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉള്ള ആള്, അതാണ് അവരുടെ ഇപ്പോഴത്തെ ഈ റീഡർക്കുള്ള പ്രോബ്ലം. ഓക്കെ, യെസ്.
Mrs. Lee has complaint of neck rigidity. Miss Lee has complaint of neck rigidity. നോക്കൂ, നമ്മളൊരു ഞാനത് കംപ്ലൈന്റ് ആണോ കംപ്ലൈൻസ് ആണോ ഹാസ് എ കംപ്ലൈന്റ് ആണോ ഹാസ് കംപ്ലൈന്റ് ആണോ അതിലേക്കല്ല ഞാൻ പോകുന്നത്. നമ്മൾ ഗ്രാമർ അവിടെ നിൽക്കട്ടെ. അതിലുപരിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റീഡർക്ക് എഴുതുമ്പോൾ ആ ആദ്യ പാരഗ്രാഫ് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം ആലോചിക്കുക. ഓക്കെ, നെക്ക് റിജിഡിറ്റി ആണോ ഒരു സോഷ്യൽ വർക്കർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുമ്പോൾ ഞാൻ ആദ്യം എഴുതേണ്ടത്? അത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നേരെ തന്നെ നെക്ക് റിജിഡിറ്റിയിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? Mrs. Lee has complaint of neck rigidity and she is not able to take care of baby. And അവിടെ ഒരു കുത്തങ്കലൂടെ എന്നിട്ട് she has been suspected of depression as well. In addition, she is walking with support and physiotherapy advised after 2 weeks. മിസ്റ്റേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? മിസ്സസ് ലീ ഹാസ് കംപ്ലൈൻറ്റ് എന്നിവിടെ പറയുന്നു. സത്യമായി ഇത് ഇവിടെ ഒന്നും വെക്കേണ്ടതല്ല. പൊതുവെ നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയ ഒരു ലെറ്ററിനെ മാറ്റി എഴുതി വരുമ്പം നല്ലൊരു സമയമെടുക്കും. ഒരു സെൻറ്റൻസോ ഒരു പാരഗ്രാഫോ എങ്ങനെ മാറ്റി ഞാൻ സാമ്പിൾ ആൻസർ ഓൾറെഡി നിങ്ങളെ കാണിച്ചു. ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതണമെങ്കിൽ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഒരു പീസ് കൊണ്ട് കൊടുത്തിട്ട് ചുരിദാർ തയ്ച്ചു തരാൻ പറഞ്ഞു. അയാൾ ചുരിദാർ തയ്ച്ചു, അത് നശിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് വേറെ തയ്യൽക്കാരൻ്റെ അടുത്ത് കൊടുത്തിട്ട് എൻ്റെ ഫേവറേറ്റ് തുണിയായിരുന്നു, അതിങ്ങനെയായിപ്പോയി, എനിക്കതൊന്ന് റിപ്പയർ ചെയ്ത് തരാമോ, എനിക്ക് എൻ്റെ സൈസിന് ഒത്ത രീതിയിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് ചോദിച്ചാൽ അയാൾ പറയും, എൻ്റെ പൊന്നുമോനെ ഞാൻ 3 ചുരിദാർ വേണേൽ തയ്ച്ചു തരാം, വേറെ തുണി കൊണ്ട് തരുവാണെങ്കിൽ. ഈ തയ്ച്ചു വെച്ചിരിക്കുന്ന സാധനത്തെ റിപ്പയർ ചെയ്യുമ്പോൾ പറ്റത്തില്ല, ഒത്തിരി സമയമെടുക്കും, ചെയ്താൽ തന്നെ ശരിയാവത്തില്ല എന്നൊക്കെ അവർ പറയും അല്ലേ. നെക്ക് റിജിഡിറ്റി അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സെൻറ്റൻസിനെ അവിടെ തിരുത്തി മാറ്റിക്കൊണ്ട് വരണമെന്ന് ഉള്ള ഒരു എയിമില്ല. എന്ന് മാത്രമല്ല നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ടും പോകും. അതുകൊണ്ട് ഞാൻ ആ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യുന്നില്ല. ഷീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ബേബി. സോഷ്യൽ വർക്കറുടെ അടുത്ത് നമ്മളുടെ പ്രശ്നം അതല്ല. സസ്പെക്റ്റഡ് ദാറ്റ് അവിടെ ആ ബേബി കഴിഞ്ഞിട്ട് പിന്നെ സസ്പെക്റ്റഡ് ദാറ്റ് അവിടെ കോമ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കൂ, നെക്ക് റിജിഡിറ്റി, ടേക്കിംഗ് കെയർ ഓഫ് ബേബി, ഡിപ്രഷൻ, ഇത് മൂന്നും ഒരു സെൻറ്റൻസിൽ പോകേണ്ട കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ മാത്രം ഒരു സെൻറ്റൻസിലാക്കാൻ നോക്കുക കേട്ടോ. ഇൻ അഡീഷൻ ഷീ ഈസ് വാക്കിംഗ് വിത്ത് സപ്പോർട്ട് ആൻഡ് ഫിസിയോതെറാപ്പി അഡ്വൈസ്ഡ് ഫോർ 2 weeks. ഡിപ്രഷൻ ഉള്ള ആൾ എന്ന് പറഞ്ഞു, എന്നിട്ട് ഇൻ അഡീഷൻ എന്ന് വെക്കുന്നു. ഡിപ്രഷൻ്റെ കൂടെ എന്ത് ഇൻ അഡീഷൻ? ശരി, നമ്മൾ കണക്റ്റിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടി മാത്രം കണക്റ്റിംഗ് വേർഡ്സിൻ്റെ പുറകെ പോകല്ലേ. നമ്മൾ കണക്റ്റിംഗ് വേർഡ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. OETയുടെ ഏത് ഒഫീഷ്യൽ സാമ്പിൾ ആൻസറിലാണ് നിങ്ങൾ 2-ൽ കൂടുതൽ കണക്റ്റിംഗ് വേർഡ്സ് കണ്ടിട്ടുള്ളതെന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കി. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചില ടീച്ചേഴ്സിൻ്റെ റൈറ്റിംഗ് കറക്ഷൻ കണ്ടിട്ട് കണക്റ്റിംഗ് വേർഡ്സ് കുറവാണെന്ന് പറയുന്നു. കണക്റ്റിംഗ് വേർഡ്സ് ഇങ്ങനെ എടുത്ത് നോക്കി വെച്ചിട്ട് കണക്റ്റിംഗ് വേർഡ്സ് ഇല്ല, ആഡ് മോർ കണക്റ്റിംഗ് വേർഡ്സ് ആൻഡ് ബ്രിങ് ദ ലെറ്റർ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്ത ലെറ്ററൊക്കെ എൻ്റെ സ്റ്റുഡൻസ് പിന്നീട് എൻ്റെ കൈ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് വേർഡ്സിലാണോ ലെറ്റർ ഇരിക്കുന്നത്? ഒരു ലെറ്ററിനകത്ത് എത്ര കണക്റ്റിംഗ് വേർഡ്സ് ആണ്? നിങ്ങൾ OETയുടെ ഒഫീഷ്യൽ ലെറ്ററുകൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര ലെറ്ററിനകത്ത് കണക്റ്റിംഗ് വേർഡ്സ് 2-ൽ കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഈ ഇൻ അഡീഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇൻ അഡീഷൻ വെച്ച് ഡിപ്രഷൻ്റെ ഇപ്പറേ വാക്കിംഗ് വിത്ത് സപ്പോർട്ട് ആൻഡ് ഫിസിയോതെറാപ്പി അഡ്വൈസ്ഡ് ആഫ്റ്റർ 2 weeks. അത് ഷീ ഹാസ് ഡിപ്രഷൻ, ഡിഫിക്കൽട്ടി ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ബേബി. അവിടെ പറയുന്നിടത്ത് അത് കൂടാതെ, ഏത് കൂടാതെ? ആ ഇൻ അഡീഷൻ എന്ന് പറയും, ഏത് കൂടാതെ? ഇൻ അഡീഷൻ വാക്കിംഗ് വിത്ത് സപ്പോർട്ട് എന്ന് പറയണം. ആ വാക്കിംഗ് വിത്ത് സപ്പോർട്ട് ഡിപ്രഷൻ്റെ കൂടെ പറയേണ്ട കാര്യമാണോ? ഇനി ആണെങ്കിൽ തന്നെ അത് സോഷ്യൽ വർക്കറോട് പറയേണ്ട കാര്യമാണോ? യെസ്. നെക്സ്റ്റ്, ആഫ്റ്റർ ദ ഡെലിവറി ബ്ലീഡിംഗ് വാസ് സ്റ്റാർട്ടഡ്. ഇവിടെ ബ്ലീഡിംഗ് വാസ് സ്റ്റാർട്ടഡ് എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ബ്ലീഡിംഗ് സ്റ്റാർട്ടഡ്. പിന്നെ ബ്ലീഡിംഗ് സ്റ്റാർട്ടഡ് നമ്മൾ പറയുമോ? നമ്മൾ മലയാളിവൽക്കരിക്കണോ? ആഫ്റ്റർ ദ ഡെലിവറി ഷീ ഡെവലപ്ഡ് ബ്ലീഡിംഗ് എന്ന് പറയാം അല്ലേ? ഷീ ഡെവലപ്ഡ് ബ്ലീഡിംഗ്. ഓക്കെ, ആഫ്റ്റർ ദ ഡെലിവറി, ആഫ്റ്റർ 4 hours പിന്നെ എഴുതിയിട്ടുണ്ട്.
Okay. During the postpartum period, after 4 hours, actually postpartum എഴുതിയാൽ സോഷ്യൽ വർക്കർക്ക് മനസ്സിലാകണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ദ ഡെലിവറി, ആഫ്റ്റർ 4 hours ഓഫ് ദ ഡെലിവറി ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫൈ ആകും. 4 hours ആണോ 8 hours ആണോ എന്നുള്ളത് സോഷ്യൽ വർക്കറെ ബാധിക്കുന്ന കാര്യമല്ല. ഗൈനക്കോളജിസ്റ്റിനെയോ യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ OBGHODനെയോ ഇൻഫോം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആഫ്റ്റർ 4 hours എന്ന് പറഞ്ഞു. സോഷ്യൽ വർക്കർക്ക് 4 hours 3 hours 10 hours എല്ലാം സെയിമാണ്. അത് അയാളെ ബാധിക്കുന്ന കാര്യമല്ല. അത് അയാളുടെ ജോലിയെ ബാധിക്കത്തുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഡയഗ്നോസ്ഡ് ആസ് ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ്. ഈ ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ് എന്ന് എഴുതിയാൽ നിങ്ങളുടെ ഏത് മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ മാർക്കാണ് പോവുക എന്നൊന്ന് കമന്റ് ചെയ്യാവോ? ഗൈനക്കോളജിസ്റ്റ് ഡയഗ്നോസ്ഡ് ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ്. ആ ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് സോഷ്യൽ വർക്കർക്ക് എഴുതിയ ഒരു ലെറ്ററിൽ ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ് എന്ന് എഴുതിയത് ഏത് മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ മാർക്കാണ് കുറയ്ക്കുക? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, NIDDM എന്ന് ഒരു ഓർത്തോ സർജന് എഴുതരുതെന്ന്. അതുപോലെ ഒരു സോഷ്യൽ വർക്കർക്ക് ഡിസ്ഫങ്ഷണൽ ഇൻട്രായൂട്രൻ ബ്ലീഡിംഗ് എന്ന് എഴുതിയത് എനിക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറീസ് മെഡിക്കൽ ടേംസ് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ OET ലെറ്ററിൽ മെഡിക്കൽ ടേംസ് എഴുതേണ്ടത്. റീഡർക്ക് മനസ്സിലാകുമെന്ന് നോക്കിയിട്ട് നമ്മൾ എൻ്റെ മെഡിക്കൽ ടേംസിന്റെ അഗാധ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേദിയല്ല OET ലെറ്റർ. കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കേണ്ടത് പോലെയും വലിയ ആളോട് സംസാരിക്കേണ്ടത് പോലെയും റെസ്പിറേറ്ററി സ്പെഷ്യലിസ്റ്റിനോട് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കാൻ എനിക്ക് പക്വതയുണ്ട് എന്ന് കാണിക്കുന്നതാണ് OET ലെറ്റർ. എൻ്റെ ഇംഗ്ലീഷ് നോളജോ എൻ്റെ മെഡിക്കൽ നോളജോ എൻ്റെ റിച്ച് വൊക്കാബുലറി അല്ല നമ്മൾ OET ലെറ്ററിൽ കാണിക്കേണ്ടത്. ഞാൻ ആളും തരവും കണ്ട് കൊച്ചു കുഞ്ഞിനോടും സീനിയർ ആയിട്ടുള്ള ഒരാളോടും റിട്ടയർഡ് ടീച്ചറോടും ഒരു ഗൈനക്കോളജിസ്റ്റിനോടും വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ എഴുതുന്നത്. ചിലര് കൊച്ചിനോടും ചേട്ടനോടും അങ്കിളിനോടും ഭർത്താവിനോടും ഒരേ ടോണിൽ സംസാരിക്കും. എന്നാൽ വേറെ ചിലരുണ്ട് കൊച്ചുങ്ങളെ കാണുമ്പോൾ ടുട്ടു സുഖാണോ എങ്ക് കുടിച്ച ഇങ്ങനെ ചോദിക്കും അല്ലെ. 3 വയസ്സായ കൊച്ചാണെങ്കിൽ മാമ ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു 7-8 വയസ്സായ കൊച്ചാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ചോറുണ്ടോ അമ്മ എന്നാ കറി വെച്ചേ എന്ന് ചോദിക്കും. ഇതൊരു 70-80 ഒരു പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്ന ഒരു 65 വയസ്സായിട്ടുള്ള ഒരു അങ്കിളിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അങ്കിളെ എന്നാക്കെയുണ്ട് മാമ ഉണ്ടോ എന്ന് ചോദിക്കുമോ? ഇല്ല. അയാളോട് ആ ലെവലിൽ സംസാരിക്കണം. കൊച്ചിനോട് സംസാരിക്കുന്ന ലെവലല്ല അവരോട് സംസാരിക്കേണ്ടത്. എന്നാൽ 90 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചിയോട് സംസാരിക്കുമ്പോഴോ അമ്മച്ചിയേ ചോറുണ്ടോ കറി എന്നായിരുന്നു? അത് 65 വയസ്സായ പട്ടാളക്കാരനോട് ചോദിക്കാൻ പറ്റും. ഓരോരുത്തരോട് സംസാരിക്കേണ്ട ഒരു പക്വതയും ലെവലും ഒക്കെ ഉണ്ട് അല്ലേ? ആ ഒരു ലാംഗ്വേജ് നമ്മൾ ആളും തരവും കണ്ട് മാറ്റണം. നമ്മളൊരു ഭാവിയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ കയറുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. യെസ്. നെക്സ്റ്റ്, ആഫ്റ്റർ 1 day ലാപ്രോട്ടമി ഡൺ. ലാപ്രോട്ടമി ഡൺ എന്നൊരു ഇംഗ്ലീഷ് ഉണ്ടോ? ലാപ്രോട്ടമി ഡൺ. ഇനി ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കർക്ക് മനസ്സിലാവുമോ? ലാപ്രോട്ടമി ഡൺ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരുത്താം എന്ന് ചിന്തിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ഏത് മാർക്കിംഗ് ക്രൈറ്റീരിയയുടെ മാർക്കാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. യെസ്, സബിത റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ജനറ ആൻഡ് സ്റ്റൈൽ ആളും തരം കണ്ട് അവരുടെ എടുത്ത് ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത് ജനറയിലാണ് അത് വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ലാപ്രോട്ടമി ഡൺ എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ലാപ്രോട്ടമി വാസ് ഡൺ ആഫ്റ്റർ 1 day എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിലത്തെ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു. പാസ്റ്റിലത്തെ ഒരു സമയം സൂചിപ്പിച്ച് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതുക. ഇതിനു മുമ്പത്തെ പാരഗ്രാഫിലും നമ്മളൊരു ഡേറ്റ് വെച്ചിട്ട് ഈ സബ്മിറ്റഡ് ഓൺ 23-ാം തീയതി എന്ന് എഴുതിയിരുന്നു. അവിടെ ഈ സബ്മിറ്റഡ് അല്ല വാസ് സബ്മിറ്റഡ് എഴുതണം. അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പാസ്റ്റ് ഡേറ്റ് ആണ്. പാസ്റ്റ് ഡേറ്റ് വെച്ച് എഴുതുന്ന ഒരു കാര്യത്തിൽ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും വയ്ക്കരുത് കേട്ടോ. അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് വി ആർ യൂസിങ് എ ഡേറ്റ്. ഓക്കെ, ഇവിടെ ലാപ്രോട്ടമി എന്നുള്ളത് മെഡിക്കൽ ടേം
സോഷ്യൽ വർക്കർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കേണ്ട. ലാപ്രോട്ടമി വാസ് ഡൺ ആൻഡ് ബ്ലീഡിങ്, ഇവിടെ കണ്ടിന്യൂസ് എന്നുണ്ട്. അവിടെ കണ്ടിന്യൂസ് ആണോ? നമ്മൾ ഇപ്പൊ ബ്ലീഡിങ് ഇല്ലല്ലോ. നമ്മള് ഒരു കമന്ററി പറയുന്നത് പോലെയാണ് ഈ കണ്ടിന്യൂസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരിക. നിലവിൽ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കണ്ടിന്യൂസ് എന്ന് പറയും. ഈ ബ്ലീഡിങ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് 23-ാം തീയതി ഞാൻ എഴുതിയ ഒരു നോട്ടാവാം, അല്ലെ? പേഷ്യന്റിന്റെ ഫയലിൽ 23-ാം തീയതി ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ എഴുതി വെച്ചു കണ്ടിന്യൂസ് എന്ന്. 7 ദിവസം കഴിഞ്ഞ് ആ ഫയൽ കയറി ഒന്നും കൂടെ വായിക്കുന്ന എനിക്ക് അവിടെ കണ്ടിന്യൂസ് കണ്ടാൽ എങ്ങനെയാ കണ്ടിന്യൂസ് എന്ന് പറയാൻ തോന്നുക? ഇതൊരു വലിയ സംഭവമാണ്. എല്ലാ OET ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇവന്മാര് ഈ OET-ക്കാര് ഒരു പ്രസന്റ് ടെൻസ് കൊണ്ടുപോയി വെക്കും. 8 ദിവസം മുമ്പ് അന്ന് കണ്ടിന്യൂസ് ആയിരുന്നു. അല്ലെങ്കിൽ കംപ്ലൈൻസ് പെയിൻ, ഇന്ന് പെയിനും ഇല്ല ഒന്നുമില്ല, ബാഗ് എടുത്തുകൊണ്ട് തന്നെ ഏറ്റു നടന്നു പോവാ പുള്ളി. 8 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുമ്പോൾ പുള്ളി തന്നെ പുള്ളിയുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവാ, ഒരു പെയിനും ഇല്ല. എന്നിട്ട് നമ്മൾ എഴുതുവാണ് ഷീ കംപ്ലൈൻസ് പെയിൻ. അന്നല്ലേ, 8 ദിവസം മുമ്പല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ദിവസം മുമ്പത്തെ ഡയറിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡയറി നോട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കേസ് നോട്ട് പേഷ്യന്റിന്റെ ഫയലിൽ എഴുതി വെച്ചാണെന്ന് വിചാരിക്കുക. എന്നാ എഴുതിയത്? 23-ാം തീയതിയുടെ സംഭവം 23-ാം തീയതി തന്നെയാ ഫയലിൽ എഴുതിയത്. അന്ന് കംപ്ലൈൻസ് പെയിൻ ആണ്, പിറ്റേ ദിവസമായപ്പോൾ അത് കംപ്ലൈന്റ് പെയിൻ ആയി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന എസ് കൂട്ടിയിട്ടുള്ള ഇമാതിരി സാധനങ്ങൾ, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ കാണിച്ചിരിക്കുന്ന പഴയ ഡേറ്റുകളിലെ സാധനങ്ങൾ നിങ്ങളുടെ ലെറ്ററിൽ വരുത്തുമ്പോൾ നിങ്ങൾ അങ്ങ് കോപ്പി അടിക്കല്ലേ. യു ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് യു ആർ ഓവർലി ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. Mano Billy is requesting to speak in English, but actually, my dear, the morning Facebook live sessions were just exclusively for people in Kerala, and I had promised them I'll be giving a series of Malayalam videos. But of course, all my regular classes are in English, and occasionally I come on Facebook live in English language. So if you are interested to attend our classes, of course you can contact our reception number, and all our regular classes are in English. Okay, but these morning sessions during a short-term period will be in Malayalam language only. But occasionally I come to take English sessions, and you just follow our page. When it is in English, then we will be specifying it is in English. Okay, and 90% of my followers are from Kerala, and I felt like having a moral commitment to have some sessions in Malayalam. That is why I take some of the morning sessions in Malayalam language. But my regular classes are always in English. Thank you. Bleeding continued. So, ഇവിടെ കോമ എങ്കിലും വേണേ. So 12 units of blood transfused. ഇത്രയും ചെറിയ ഒരു സെന്റൻസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇതിനൊക്കെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പോകുന്ന പോലെ അങ്ങ് പോകും. സോ 12 units of blood transfused എന്നൊക്കെ. ഞാനിത് സാമ്പിൾ ആൻസറിൽ എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. See, suspecting the source of bleeding, her uterus was removed and she was in ICU for 3 days. She had some expensive injections and needed several units of blood transfusion. നമ്മൾ ഓരോ ഡേറ്റ് എടുത്തിട്ട് അന്നൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു, പിന്നെ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു എന്ന രീതിയിൽ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിതിൻ്റെ രത്ന ചുരുക്കം എടുക്കണ്ടേ, സമ്മറി എടുക്കണ്ടേ. ഒരു രീതിയിൽ എഴുതുമ്പോൾ എൻ്റെ ഗ്രാമർ ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ സെന്റൻസ് ഞങ്ങൾ പൊളിച്ചെടുക്കുക കേട്ടോ. അത് ഞങ്ങൾ പൊളിച്ചെടുക്കിയിട്ട് വേറൊരു രീതിയിലാക്കുക. എനിക്ക് സൗകര്യമുള്ള രീതിയിൽ സെന്റൻസ് ഉണ്ടാക്കാൻ പാകത്തിന് ഞാൻ ആശയത്തെ അങ്ങ് തിരിക്കണം. എന്ന് വെച്ചാൽ ഉള്ളതിനേക്കാൾ ഓപ്പോസിറ്റ് സാധനം എഴുതിക്കൊണ്ട് വരാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ. Her vital signs become ആണോ? Her vital signs became unstable and BP became low. ഇതൊക്കെ എന്തിനാ നമ്മൾ സോഷ്യൽ വർക്കറോട് പറയുന്നത്? പറയേണ്ട കാര്യമില്ല കേട്ടോ. After 1 day,
ലാപ്പറോട്ടമി പറഞ്ഞല്ലോ, ലാപ്പറോട്ടമി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ബ്ലീഡിങ് കണ്ടിന്യൂഡ്. Therefore, 12 units of blood transfused on 25 to 2020, 4 injections to stop bleeding was given. 4 injections വന്നാൽ was വരത്തില്ല, വേറെ വരത്തുള്ളൂ കേട്ടോ. അവിടെ ആശയം $700 വിലയുള്ള 4 ഇഞ്ചക്ഷൻസ് ആണ്. നമുക്ക് എക്സ്പെൻസീവ് ഇഞ്ചക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം, വേറെ ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, വിച്ച് കോസ്റ്റഡ് $700 എന്നുള്ള രീതി നമുക്ക് പറയാം. And by next day, his vital signs, his അല്ല her vital signs. പിന്നെ ഈസ് ഇംപ്രൂവിങ് ആണോ? നെക്സ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞു പോയില്ലേ? vital signs improved and she is ready for discharge now. Mrs. Lee have അല്ല has ആണ് അല്ലേ? Mrs. Lee has 3 other children and husband who is a sales executive in a construction company with low salary. ആ സെൻറ്റൻസിൽ ഈ ഹൂ വരുന്നിടത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഹൂ വരുന്നിടത്തേ മിസ്സസ് ലീ ഹാസ് 3 other children and husband who is a sales executive in a construction company with low salary എന്നല്ലേ. ഇവിടെ ഈ ഹൂ വന്നു കഴിഞ്ഞാൽ ഈ ഈസ് എന്നൊരു വെർബുണ്ടല്ലോ, അതല്ലാതെ ഒരു വെർബും കൂടി വരണം. ഓക്കെ, husband who is a sales executive in a construction company has low salary എന്നാലേ ഉള്ളൂ അത് ഗ്രാമറിൽ ശരിയാവുള്ളൂ. മിസ്റ്റർ മനോജ് ഹൂ ഈസ് എ ട്രെയിനർ അല്ലെങ്കിൽ മിസ്റ്റർ മനോജ് ഹൂ ഈസ് ആൻ OET ട്രെയിനർ, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല ഹൂ ഉള്ളത് കൊണ്ട്. ആ ഹൂ ഇല്ലായിരുന്നെങ്കിൽ മിസ്റ്റർ മനോജ് ഈസ് ആൻ OET ട്രെയിനർ, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരുന്നു. ഹൂ വെച്ചത് കൊണ്ട് മിസ്റ്റർ മനോജ് ഹൂ ഈസ് ആൻ OET ട്രെയിനർ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണെന്നറിയാമോ? ആദ്യത്തെ എക്സാമ്പിള് മിസ്റ്റർ മനോജ് ഒരു OET ട്രെയിനറാണ്, പക്ഷെ ഹൂ വെച്ചപ്പോഴോ OET ട്രെയിനറായ മിസ്റ്റർ മനോജ്, OET ട്രെയിനറായ മിസ്റ്റർ മനോജിന് എന്ത് പറ്റി എന്നും കൂടി പറഞ്ഞെങ്കിലേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹൂ വെച്ച് നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് പകുതിയായി പോകും കേട്ടോ. മിസ്സസ് ലീ ഹാസ് 3 other children and husband who is a sales executive in a construction company is managing the family with his low income. He is managing his family with low income. അങ്ങനെയൊക്കെ എഴുതിയാൽ ഒരു പക്ഷേ അടുത്ത വെർബും കൂടി വരും. അവിടെ ഹൂ വെച്ചത് കൊണ്ട് ഒരു വെർബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഈസ് മാനേജിങ് ചേർത്തതാണ് കേട്ടോ, അല്ലാതെ അവിടെ അതവിടെ വേണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. Because of shortage of money, hospital paid for blood to the blood bank. He paid hospital bill with great difficulty and also he is unable to afford further medications and treatment including physiotherapy and home care nurse. ഒരു വിധത്തിൽ ഒപ്പിച്ച് പോകുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കിലൊന്നും ഞാൻ പോകുന്നില്ല, സാരമില്ല, ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. ഓക്കെ, ഇവിടെ പരമാവധി ലോ സാലറിയും ഷോർട്ടേജ് ഓഫ് മണിയും ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്യാൻ സാധിക്കാത്തതും മെഡിക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും ഫിസിയോതെറാപ്പിയും ഹോം നേഴ്സിന്റെ എക്സ്പെൻസും മാനേജ് ചെയ്യാൻ പറ്റാത്തതും എല്ലാം ഈ കുട്ടി ഒരുമിച്ച് വെക്കാൻ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഭാഗത്ത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ലെവലിലേക്ക്, ഇൻഫോർമൽ ലാംഗ്വേജിലേക്ക്, സിംപ്ലിഫൈഡ് ലാംഗ്വേജിലേക്ക് പോയിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷ് എഴുത്ത്, ജനറൽ സ്റ്റൈലിന്റെ ആ സ്റ്റൈലും ലുക്കും അങ്ങ് വന്നിട്ടില്ല, എന്നാൽ പോലും ഒരു ഒരു റീഡർക്ക് വേണ്ട കാര്യം അതിനകത്തുണ്ട്. ഓക്കെ, പരമാവധി നിങ്ങൾ OET ലെറ്ററിൽ മോർ ഓവർ എഴുതാതിരിക്കുക. മോർ ഓവറും ഫർദർ മോറും അൺഫോർച്ചുനേറ്റ്ലി ഒക്കെ വേണ്ട കേട്ടോ. ഒന്നാമത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ജഡ്ജ്മെന്റൽ വേർഡ് ആയതുകൊണ്ടാണ് വേണ്ടാത്തത്. ഒരു കാര്യം ഫോർച്ചുനേറ്റ്ലി ആണോ അൺഫോർച്ചുനേറ്റ്ലി ആണോ എന്ന് നമ്മൾ വിധിക്കാറായിട്ടില്ല. OET ലെറ്ററിനെ കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, പക്ഷെ ഇത് വളരെ ചുരുക്കി. അതൊരു ലെറ്റർ ആകുമ്പോൾ, ഒരു സ്റ്റുഡന്റ് ലെറ്റർ ആകുമ്പോൾ ഞാൻ ആകെ കൈ കൂച്ചി കിട്ടിയ പോലെയാണ്. അവളുടെ കാര്യത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് വേറെ പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ലിമിറ്റഡ് ടൈം ആകുമ്പോൾ കേട്ടോ. മോർ ഓവർ വേണ്ട കേട്ടോ. മോർ ഓവറും ഫർദർ മോറും വളരെ ഹൈലി അക്കാഡമിക് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതുമ്പോൾ പറഞ്ഞാൽ മതി. നമ്മുടെ IELTS എസ്സേയിലൊക്കെ ആണെങ്കിൽ മോർ ഓവറും ഫർദർ മോറും വേണം. ഇതൊരു നമ്മളുടെ കളീഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ മോർ ഓവറും ഫർദർ മോറും പോലത്തെ വാക്കുകൾ കൊണ്ടുവരണ്ട. അതൊരു ക്രൈം ആണോ എന്ന് ചോദിച്ചാൽ
അല്ല, ഞാൻ ചിലപ്പോൾ പറഞ്ഞല്ലോ, ആസ് ലോങ് ആസ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ക്ലിയർ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്നാൽ പോലും പരമാവധി വൃത്തികേടുകൾ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നമ്മളുടെ സാഹിബിന് നമ്മളെ കുറിച്ചൊരു ഇമ്പ്രഷൻ തോന്നിയാലോ എന്നോർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റിയാൽ നല്ലത് എന്ന് ഞാൻ പറയുന്നു. മോറോവർ ഇല്ലാതെ തന്നെ ഈ ലെറ്റർ ഓക്കെ ആണല്ലോ, പിന്നെന്താ. ആഫ്റ്റർ ഡിസ്ചാർജ് എന്ന് വായിച്ചു നോക്കി. ആഫ്റ്റർ ഡിസ്ചാർജ് ഡോക്ടർ അഡ്വൈസ് ഫോർ കംപ്ലീറ്റ് റെസ്റ്റ്, മോണിറ്റർ ഓഫ് വജൈനൽ ഡിസ്ചാർജ്, depression, and to give music therapy and reading to divert her mind, encourage her to drink more water. എൻ്റെ പൊന്നെ, ഇത്രയും സാധനങ്ങളെ ഒരു സെന്റൻസിൽ എഴുതിയിടേണ്ട കാര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള ഒറ്റ കാര്യവും സോഷ്യൽ വർക്കർക്ക് വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾ എന്ത് എഴുതിയിടണം? റീഡേഴ്സ് ജോബ് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ റീഡേഴ്സ് ജോബ് എന്ന് എഴുതിയിട്ടാൽ നമ്മൾക്ക് ഈ ഒരു പാരഗ്രാഫ് എഴുതാൻ തോന്നുകയില്ല. ഓക്കെ, ഈ കുട്ടി ആദ്യം മോറോവർ എഴുതിയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഫർദർ മോറും താഴെ വരുന്നുണ്ട്, കണ്ട. ഫർദർ മോർ ഹെൽപ്പിംഗ് ഫോർ ആംബുലേഷൻ ആൻഡ് അഡ്വൈസ് ഫോർ നോട്ട് ടു ലിഫ്റ്റ് വെയിറ്റ് ആൻഡ് സ്ട്രെയിനസ് ആക്ടിവിറ്റി. ആ സെന്റൻസ് ഗ്രാമർ ഇല്ല, സബ്ജക്റ്റ് ഇല്ല. ഹെൽപ്പിംഗ് എന്ന് വെച്ചിട്ട് വെർബേന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല. ഒരുപക്ഷെ ഹീ നീഡ്സ് ഹെൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും. എന്നാലേ അവിടെ എന്തെങ്കിലും ഒരു ഗ്രാമർ വരും കേട്ടോ. മോർ ഓവർ ഫർദർ വേണ്ടായിരുന്നു. പിന്നെ ഹെൽപ്പിംഗ് ആംബുലേഷൻ അഡ്വൈസ് ഫോർ നോട്ട് ടു ലിഫ്റ്റ് വെയിറ്റ് ആൻഡ് സ്ട്രെയിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്നു. അത് ആ പാരഗ്രാഫ് മൊത്തം ഈ സോഷ്യൽ വർക്കർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കണ്ടന്റിൽ 7 കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ലെറ്റർ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ആ കുട്ടി. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചിട്ട് ഓക്കെ, കണ്ടന്റിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ സെലക്ട് ചെയ്തോ? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിന് ആ ഫാമിലിയെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു സോഷ്യൽ വർക്കർ അറിയേണ്ടതായിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ്, മണി റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റിന്റെ മാർക്കും പോകും, നിങ്ങൾക്ക് പർപ്പസിന്റെ മാർക്കും പോകും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ സ്ട്രീനസ് എന്നൊരു വാക്കുണ്ട്. ആ സ്ട്രീനസ് എന്ന വാക്ക് സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, സ്ട്രീനസ് STRAINUOUS ആ ഒരു വാക്കൊന്ന് പഠിച്ചു വെച്ചോ. കണ്ടിന്യൂസിന്റെ സ്പെല്ലിങ്ങും സ്ട്രീനസിന്റെ സ്പെല്ലിങ്ങും NUOUS അവസാനിക്കുക കേട്ടോ. STRENUOUS ഇതാണ് സ്ട്രീനസിന്റെ സ്പെല്ലിംഗ്. യെസ്, കൺസിഡറിംഗ് ദ എബോവ് ഇൻഫർമേഷൻ. ഈ കൺസിഡറിംഗ് ദ എബോവ് ഇൻഫർമേഷൻ ഒരു കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന ഫ്രേസ് അല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാ ഈ ലാസ്റ്റ് ഭാഗം, ഈ കാണാപ്പാഠം ഫ്രേസ് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്, ആ ലെറ്ററിന് ഉതകുന്ന ഒരു യുണീക്ക് സാധനം എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? കൺസിഡറിംഗ് ദ എബോവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൺസിഡറിംഗ് ദ എബോവ് ഒരുമാതിരിപ്പെട്ട എല്ലാ OET കാൻഡിഡേറ്റ്സിന്റെയും ലെറ്ററിൽ കാണുന്ന ഒരു സാധനമാണ്. കൺസിഡറിംഗ് ദ എബോവ്, കൺസിഡറിംഗ് ദ എബോവ് കണ്ടീഷൻ, കൺസിഡറിംഗ് ദ എബോവ് ഇൻഫർമേഷൻ. എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? എന്തുകൊണ്ട് നമുക്കത് കൺസിഡറിംഗ് ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ കൺസിഡറിംഗ് ദ അൺഎക്സ്പെക്ടഡ് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ആൻഡ് ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ഫാമിലി, ഇറ്റ് വുഡ് ബി ഹൈലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അർജന്റ്ലി അറേഞ്ച് എ സോഷ്യൽ വർക്കർ. നിങ്ങളുടെ ഡയറക്ടർക്കാണല്ലോ എഴുതുന്നത്, നിങ്ങളൊരു സോഷ്യൽ വർക്കർക്കല്ലേ എഴുതുന്നത്. സോഷ്യൽ വർക്കർക്ക് എഴുതുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്ന് കൂട്ടിയിട്ട് നമുക്ക് എഴുതാം. ഡയറക്ടറാണ് ഈ റീഡർ. പക്ഷെ ഹോം വിസിറ്റിന് വിടേണ്ടത് ഡയറക്ടറെ അല്ലല്ലോ, ഒരു സോഷ്യൽ വർക്കറെ അറേഞ്ച് ചെയ്യാം. റിക്വസ്റ്റ് ടു അറേഞ്ച് എ സോഷ്യൽ വർക്കർ ടു വിസിറ്റ് മിസ്സസ് ലീ ആൻഡ് ഫാമിലി എന്ന് നമുക്ക് എഴുതാം. ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഡു നോട്ട്. താങ്ക് യു വേണമെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് ടു സപ്പോർട്ട് ദ ഫാമിലി. പ്ലീസ് do not hesitate to contact me for further information if any. Yours sincerely and nurse. Okay, that part is okay. All right, so I was just going through one question paper, but it took time for one letter itself.
ഞാൻ അധികം ഗ്രാമറിലേക്കൊന്നും കടന്നില്ല. ഞാൻ ബേസിക്കായിട്ട് നിങ്ങളോട് ഒരു OET ലെറ്ററിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡറുടെ ജോലി നോക്കിയിട്ട് എങ്ങനെ ലെറ്റർ എഴുതാം. അപ്പോൾ ഇതിനകത്ത് റീഡറുടെ ജോലി നോക്കിയിട്ട് ഒരുമാതിരിപ്പെട്ട ഒരു കാര്യങ്ങൾ തന്നെ വന്നിട്ടില്ല. എന്തായാലും ഞാൻ ഈ സാമ്പിൾ ആൻസർ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിക്കാം. I am writing to request your urgent home visit to Mr. Lee and his family to assess their financial condition and to plan the possible assistance required. Mrs. Lee is in our treatment due to unexpected post-delivery complications. On the 23rd of this month, after the normal delivery, unexpectedly she developed severe bleeding. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ഏരിയയിലാണ് കിടക്കുന്നത്. Suspecting the source of the bleeding, her uterus was removed and she was in ICU for 3 days. രണ്ട് ഡിഫറെന്റ് വേറെ സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അത് ഒരുമിച്ച് കൊണ്ടുവന്നു. She had some expensive injections and needed several units of blood transfusion എന്നുള്ളതും ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടേക്കോ ചെതറി കിടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ അവസാനം ഡിസ്ചാർജ് പ്ലാനിന്റെ അടുത്താണ്, ഇന്നത്തെ ഡേറ്റിലാണ് കണ്ടീഷൻ ഈസ് ഇംപ്രൂവിങ് ആൻഡ് ഷി വിൽ ബി ഡിസ്ചാർജ് ടുമോറോ എന്നുള്ള ആശയമുള്ളത്. അത് ലാസ്റ്റ് ഭാഗത്താണ് കിടക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരൊറ്റ പാരഗ്രാഫിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചപ്പം റീഡർക്ക് വളരെ ക്ലിയർ ആയിട്ട് രോഗിയുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് മനസ്സിലായി. Mrs. Lee works in a construction company with low salary. He does not get financial support from other family members. On different occasions, our hospital financially assisted the family to continue the treatment. Currently, Mrs. Lee needs the assistance of a home nurse and a physiotherapist, which her husband cannot afford, and the family seeks financial assistance now. Hence, I request you to arrange a home visit to Mr. Lee to assess their financial condition and to provide possible financial support. ഞാൻ മിസ്സസ് ലീ എന്നല്ല എഴുതിയ, മിസ്റ്റർ ലീ എന്നാണ് എഴുതിയത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹസ്ബൻഡിനെ കാണാനാണ് എഴുതിയിരിക്കുന്നത്, വൈഫിന് വേണ്ടിയാണെങ്കിൽ കൂടി. അതുകൊണ്ട് മിസ്റ്റർ ലീ എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ടിപ്പിക്കലി നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കുമെന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് എങ്ങനെ എഴുതാമെന്നുമാണ് ഞാൻ കാണിച്ചത്. ഒരു പക്ഷേ ഇത് ഇപ്പൊ ഞാൻ ഈ വായിച്ച ഈ കുട്ടിയുടെ ലെറ്റർ കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതിയിട്ടുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള റീഡർ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ലെറ്റർ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ക്വയറീസും യുവേഴ്സ് സിൻസിയർലിയും പിന്നെ മുകൾ ഭാഗത്തുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും 180 വേർഡ്സിൽ വരികയില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഈ ലെറ്റർ ഞാനിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്ത് വേർഡ് ഫയലിലേക്ക് ഇടുകയായിരുന്നു, വേർഡ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഒരു റീഡർക്ക് ഒരു ലെറ്റർ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും ഇത് എത്രമാത്രം ഉണ്ടാകും. ഇത് 250 വേർഡ്സ് ഉണ്ട് കേട്ടോ. 180 to 200 വേർഡ്സ് എഴുതാൻ പറയുമ്പോൾ ഒരു 170 വേർഡ്സ് ആൻഡ് അബോവ് 165 വേർഡ്സ് വന്നിട്ട് പോലും 350 മേടിച്ച് പാസ്സായ സ്റ്റുഡൻസ് ഉണ്ട്. അതിന് 210 220 വേർഡ്സ് ആയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അത് ഓക്കെയാണ്. OET തന്നെ പറയുന്നത് 180ലും താഴെ പോയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണ്ട കാര്യങ്ങളെല്ലാം ലെറ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ 210 220 വേർഡ്സ് എഴുതിയാലും റീഡർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പൊ അതിലപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷെ 250 വേർഡ്സ് ഒക്കെ എഴുതുക, അതും അനാവശ്യ കാര്യങ്ങൾ ലെറ്ററിൽ കയറിയത് കൊണ്ട് അങ്ങനെ ആവുക, ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ.